Meet the Editors. വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമിതാധികാരത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി രൂക്ഷ വിമർശനവുമായി MT വാസുദേവൻ നായർ. അധികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമായിരുന്നില്ല, അമിതാധികാരം അപജയത്തിന്റെ ലക്ഷണമാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിച്ച EMS ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും നിലവിൽ അധികാരികൾ EMSനെ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് MT വാസുദേവൻ നായർ പ്രസംഗിച്ചതെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. റിപ്പോർട്ട്. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടന സഭയിൽ മുഖ്യഭാഷണത്തിലാണ് MTയുടെ വിമർശനം. ഉദ്ഘാടകനായി പിണറായി വിജയൻ പ്രസംഗിച്ച ഉടനെയായിരുന്നു MTയുടെ പ്രസംഗം. EMS ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. നേതൃപൂജകളിൽ EMS വിശ്വസിച്ചില്ല. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറി. അധികാരം ജനസേവനത്തിന് എന്ന സിദ്ധാന്തം കുഴിച്ചുമൂടിയെന്നും MT പറഞ്ഞു. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പാട്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. വിപ്ലവം സൃഷ്ടിച്ച ജനാവലി വെറും ആൾക്കൂട്ടമായി മാറുന്നു. ഈ ആൾക്കൂട്ടത്തെ ആരാധകരും പടയാളികളുമാക്കുന്നു. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്നും MT പറയുന്നു. EMS നമ്പൂതിരിപ്പാട് അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി. 1957 അധികാരം നേടിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് അദ്ദേഹം കരുതിയില്ല. അതാണ് EMSനെ മഹാനായ നേതാവാക്കിയത്. ജാഥ നയിച്ചും മൈതാനങ്ങളിൽ കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധന. നേതാവ് ഒരു നിമിത്തമല്ല, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ളവർ തിരിച്ചറിയണമെന്നും എഴുതി തയ്യാറാക്കിയെത്തിയ പ്രസംഗത്തിൽ MT സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്. ചോദ്യം ഇതാണ്, MT പറഞ്ഞത് പിണറായിയോളൂ. ഉണ്ണിബാലകൃഷ്ണൻ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദി 7ാമത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. 1ാമത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MT ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപാണ്, ഏകദേശം ആ സമയത്ത് ഈ നോട്ടു നിരോധനം വരുന്ന സമയത്ത് MT വാസുദേവൻ നായർ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. തുഗ്ലക്കൻ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചെന്ന് പറയുകയും BJPയുടെ പ്രൊഫൈലുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം അന്ന് MTക്ക് നേരെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും MT കാര്യമാത്ര പ്രസക്തമായ ഒരു രാഷ്ട്രീയ വിമർശനം നടത്തിയിരിക്കുന്നു. അതിന് EP ജയരാജൻ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്നാണ്. പിണറായിയോടായിരുന്നില്ലേ? പിണറായിയോടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് പരിശോധിച്ചാൽ റഷ്യയിൽ വിപ്ലവാനന്തരം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണക്രമം ഒരു സമഗ്രാധിപത്യ ഭരണകൂടമായി മാറിയത് എന്നത് സംബന്ധിച്ച് ആണ് പറഞ്ഞുകൊണ്ടാണ്, അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ആ പ്രസംഗം ആരംഭിക്കുന്നത്. അവിടെ അദ്ദേഹം മാക്സിം ഗോർക്കിയെയും ആന്റൺ ചെക്കോവിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെ ഏകാധിപത്യ ഭരണത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി മാറിപ്പോയി എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കേരളത്തിലേക്ക് വന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത്. എങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ EMS ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെട്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. EMS എക്കാലവും കേരളത്തിൽ ആദരിക്കപ്പെട്ടിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ഒരിക്കൽ പോലും ആ ആദരവിനെ ഒരു ആരാധനയായി പരിവർത്തിപ്പിക്കാൻ EMS ശ്രമിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ പ്രസംഗം ഉടനീളം കേട്ടാൽ അല്ലെങ്കിൽ വായിച്ചാൽ നിശ്ചയമായും അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഏത് രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിമർശനവുമാണെന്ന് വ്യക്തമാണ്. സമഗ്രാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിമർശനമായി കൂടി അതിനെ വ്യാഖ്യാനിക്കാം എന്നതുകൊണ്ട് EP ജയരാജൻ പറയുന്നത് അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്നാണ്. എന്നാൽ അതിനകത്ത് എനിക്കൊരു വ്യക്തത കുറവില്ല. അത് പിണറായി വിജയൻ്റെ ഭരണത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ MT വാസുദേവൻ നായർ എന്തായാലും നരേന്ദ്രമോദിയെ നന്നാക്കിക്കൊണ്ട് BJPയെ നന്നാക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. BJP അങ്ങനെ നന്നാക്കാൻ കഴിയില്ല. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം വളരെ മികവുറ്റ പുരോഗമനപരമായ ഒരു ആശയമായിരിക്കുന്നതുകൊണ്ട് നേതൃത്വത്തിൻ്റെ പിഴവുകൾ തിരുത്തുന്നത് വഴി ആ ആശയത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേസമയം നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ നന്നാക്കിക്കൊണ്ട് BJPയെ നന്നാക്കാൻ കഴിയില്ല. ആ ആശയം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൽ തന്നെയാണ് MT ഇന്ന് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്.
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, എന്തുകൊണ്ടാണ് MTയുടെ വിമർശനം നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഞാനും അരുണും കൂടി ഈ ഭരണകൂട ഭീകരതയുമായി ബന്ധപ്പെട്ടൊരു സംവാദത്തിൽ ഏർപ്പെട്ടിരുന്നല്ലോ. അരുണെ, ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഈ സ്ഥൂലമായി മാത്രമല്ല ഭരണകൂട ഭീകരത പ്രവർത്തിക്കുക, അത് വളരെ സൂക്ഷ്മമായി കൂടി പ്രവർത്തിക്കും. അതിന് ആവർത്തിക്കട്ടെ, ഞാനത് ഗ്യാസ് ചേമ്പറുകൾ ഉണ്ടാകണമെന്നില്ല, ബുൾഡോസർ ഉണ്ടാകണമെന്നില്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇവിടെ ഇപ്പം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ മാധ്യമ സമ്മേളനം നടത്തിയിട്ടില്ലല്ലോ, വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് അവസാന വാർത്താ സമ്മേളനം നടത്തി. അതിൻ്റെ 10ാം വാർഷികം കഴിഞ്ഞു പോയത്. അപ്പം വളരെ തീരുമാനമെടുത്ത് മീഡിയയിൽ നിന്ന് നരേന്ദ്രമോദി അകലുന്നു, മീഡിയയുമായി സംവദിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത് മോഡി മീഡിയകളിലേക്ക്, മീഡിയ സ്ഥാപനങ്ങളിലേക്ക് റെയ്ഡുകൾ നടത്തുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് രാജ്യദ്രോഹത്തിന് കുറ്റം ചുമത്തുന്നു. ഈ രീതിയിലാണ് ഓരോരോ പ്രോഗ്രഷനും സംഭവിച്ചിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് സ്വാഭാവികമായും ജുഡീഷ്യറിയെയൊക്കെ തന്നെ ഈ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എന്താ? 236 MP പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി പ്രതിപക്ഷത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. ആ രീതിയിലാണത് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമാണ്. ഈ പറഞ്ഞ പാർലമെൻറ്റിനകത്തൊരു ബഹളം ഉണ്ടാക്കി ഉടനെ പാർലമെൻറ്റിലെ MP സസ്പെൻഡ് ചെയ്തു. അതൊക്കെ തന്നെ സൂക്ഷ്മമായി ഒരു ഏകാധിപത്യ പ്രവണതയുടെ വ്യക്തമായ സൂചനയാണ്. ഇവിടെ ഇപ്പം ഞാനതൊരു ഈ പിണറായിയെയും മോഡിയെയും സമീകരിക്കുകയല്ല, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മബുദ്ധിയോടെ നിരീക്ഷിക്കേണ്ടതും കണ്ണു തുറന്നു വെക്കേണ്ടതുമുണ്ട്. അത്തരം പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തും അനുവദിച്ചുകൂടാ. പിണറായി വിജയൻ ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെ തന്നെ വാർത്താ സമ്മേളനങ്ങൾ നടത്തത്തില്ല. ഇപ്പം ഈ പറയുന്ന ബുധനാഴ്ച ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വന്നിരുന്ന് ഈ മാധ്യമങ്ങളോട് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന ഒരു ചടങ്ങായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് VS അച്യുതാനന്ദൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ തന്നെയും അവസാനിപ്പിച്ചു. അപ്പം മാധ്യമങ്ങൾ പിന്നെ നമ്മൾ നിരന്തരം കാണേണ്ട ഒരു വിഭാഗമല്ല എന്ന് തീരുമാനിക്കുമ്പോൾ ജനങ്ങളെ തന്നെയാണ് അഭിമുഖീകരിക്കാതിരിക്കുന്ന ഒരു അഭിപ്രായം എനിക്ക്. ഞാനും നികേഷും ഒക്കെ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് EK നായനാർ ഈ പറയുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന പ്രോഗ്രാമാണ് അന്നത്തെ ഏറ്റവും പോപ്പുലറായ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് വാർത്താ സമ്മേളനം നായനാർ നടത്തുക മാത്രമല്ല, ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ വന്നിരുന്നുകൊണ്ട് ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നൊരു പരിപാടി കൂടി അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാതൃകകളുണ്ട്. അപ്പോൾ അത് ഇല്ലായ്മ, അതങ്ങ് മാറ്റിവെക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസുകൾ വരുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കേസെടുക്കുന്ന രീതി നോക്കിയാൽ മതി. ഇപ്പോൾ അഖില നന്ദകുമാറിൻ്റെ കേസിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരാൻ കാരണം വെച്ചാൽ, അഖില നന്ദകുമാറിൻ്റെ കേസ് എന്താ? SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് KSU ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിച്ചയാളുടെ ബൈറ്റ് എടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗൂഢാലോചനയിൽ പങ്കുചേർന്നു എന്നാണ് ആ കേസ്. അത് കോടതി തള്ളിയെങ്കിലും എങ്ങനെയാണ് ഒരു സർക്കാരിന് അങ്ങനെ നീങ്ങാൻ കഴിയുക? ഇപ്പോൾ 24 മാധ്യമപ്രവർത്തകർക്ക് എതിരായിട്ട് എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ആ കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എനിക്കറിയാം കരിങ്കൊടി പ്രകടനം എവിടെയൊക്കെ നടന്നിട്ടുണ്ട്, അതിനകത്ത് കൃത്യമായ ഇൻഫർമേഷൻ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്? ടെലിവിഷൻ ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ പറയുന്ന ഏകാധിപത്യ പ്രവണത ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? പോലീസ് അടിച്ചമർത്തുകയല്ലേ ഓരോ സ്ഥലത്തും ഈ പ്രതിഷേധങ്ങളെ എന്ന് പറയുന്നത്. എന്നിട്ട് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ആലോചിക്കണം. ഈ നവകേരള സദസ്സ് നന്നായി സംഘടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഒരു സർക്കാരിൻ്റെ പരിപാടിയായിരിക്കുമ്പോൾ അതിൻ്റെ ക്രമസമാധാന പ്രശ്നങ്ങളെ ഒന്നും ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് ഒരു പോലീസ് ഫോഴ്സിൻ്റെ ചുമതലയാണ്. അതൊരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ട ഏരിയ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം, ഇന്ന് നമ്മൾ ഒരു വാർത്ത കേൾക്കുന്നു. ഇന്നലെ തേക്കട് റേഞ്ചിലുള്ള ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ ഈ നവകേരള സദസ്സിനെതിരായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് സക്കീർ ഹുസൈൻ എന്നാണ്. എന്താണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് രാഷ്ട്രീയ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ NGO യൂണിയനും NGO അസോസിയേഷനും ഒക്കെ ഉണ്ട്. അവർ രാഷ്ട്രീയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചില്ല. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇത് ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ, അതുപോലെ കസ്റ്റഡി മരണങ്ങളുണ്ടാകുന്നു. കസ്റ്റഡി മരണങ്ങളുണ്ടാകുമ്പോഴൊക്കെ പോലീസിനെ സംരക്ഷിക്കുകയാണ്, പോലീസിന് അനുകൂലമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സച്ചിദാനന്ദൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഈ തുടർ അധികാരം ഈ പറയുന്ന ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകും എന്നൊക്കെയുള്ളത്. ഇത് ഈ കേരളത്തിലെ അതുപോലെ തന്നെ ഈ പറയുന്ന ആരാധനാ ഗാനങ്ങൾ ഉണ്ടാകുന്നു. കഴുകനായും സൂര്യനുമായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ആരാധനാ ഗാനങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് ഇതൊരു പക്ഷത്തിൻ്റെ പ്രശ്നമല്ല, ഒരു പക്ഷപാതിത്വത്തിൻ്റെ പ്രശ്നവുമല്ല. നമ്മൾ നമ്മുടെ കണ്ണുകൾ തുറന്നു വെക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിനകത്ത് അനാവശ്യമായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. MT വാസുദേവൻ നായർ ചെയ്തിരിക്കുന്നത് അതാണ്. MTയെ പോലെ പരിണിതപ്രജ്ഞനായ ഈ പറയുന്ന കഴിഞ്ഞ ഏതാണ്ടൊരു 7-8 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള MT വാസുദേവൻ നായർ അങ്ങനെ പറയുമ്പോൾ അത്
അദ്ദേഹം ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമല്ല. നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ മോണിറ്റൈസേഷൻ വന്ന സമയത്ത് അതിശക്തമായ പ്രതികരണവുമായി വരികയും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അതിശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ എം ടി വാസുദേവൻ നായർ ഓരോ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ നിലപാട് മലയാളികളെയും ചിന്തിപ്പിക്കണം. അതിനപ്പുറത്ത് പിണറായി വിജയനെ ചിന്തിപ്പിക്കണം. പിണറായി വിജയന് നേതൃത്വം നൽകുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ചിന്തിപ്പിക്കണം. കാരണം ഇത്തരത്തിലുള്ള പ്രവണതകൾ അതിനെ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കും. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സ്മൃതി, MT പറഞ്ഞത് പിണറായി വിജയനോട് തന്നെയാണ്. പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് ഒരു വിമർശനം, എനിക്ക് തോന്നുന്നു കുറേ കാലമായി അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ടായില്ലായിരിക്കും. 90 വയസ്സുള്ള MT, 90 വയസ്സായെങ്കിലും അദ്ദേഹം ലോക സാഹിത്യം, ഏറ്റവും പുതിയ സാഹിത്യ കൃതികൾ പോലും വായിക്കുന്ന ആളാണ്. ഓരോ സമയവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ കേരളത്തിൽ വരുന്ന മാറ്റത്തെയും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മോദിക്കെതിരെയാണ് എന്ന് EP ജയരാജൻ പറയേണ്ടത്. മോദിക്കെതിരെയല്ല, കൃത്യമായിട്ടും പിണറായി വിജയനെതിരെ തന്നെയാണ്. താക്കീത് നൽകുന്ന പ്രതികരണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. MTയുടെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വരികൾ ഇതാണ്: എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, അവരെ സമൂഹമാക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. അത് ആവർത്തിച്ച് വായിക്കേണ്ടതാണ് സർക്കാർ. പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നത് ശിഥിലീകരണ കാരണമാണ്. ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം ഉണ്ടാക്കുന്നതിന് തുടക്കം മാത്രമാണ് അധികാരമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമരാധീനാകുന്നത്, മഹാനായ നേതാവാകുന്നത്. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല എന്ന് ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും EMSനെ കാണാനാകില്ല. EMSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദിയെ തിരുത്തില്ലല്ലോ. EMSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് തിരുത്തുക. ചിലർ നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. അവർ ചിന്തയെ വികസിപ്പിച്ചാൽ മാത്രമേ ചരിത്രപരമായ ഒരാവശ്യകതയായി മാറൂ. അതായിരുന്നു EMS. ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. ഇനി ആരെയാണ് അദ്ദേഹം ഉദാഹരിച്ചതെന്നും പ്രധാനമാണ്. MTയുടെ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറയുന്നത് വിൽഹെം റീഹ് എന്ന ചിന്തകനെ കുറിച്ചാണ്. ഓസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനാണ്, സാമൂഹിക ചിന്തകനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം ഫാസിസത്തിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്നുള്ള പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന അദ്ദേഹം 40കളോടെ സോവിയറ്റ് യൂണിയനിലെ അധികാര കേന്ദ്രീകരണത്തെ വിമർശിച്ച സ്വതന്ത്ര ചിന്തകനായി. അപ്പോൾ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട്, EMSുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാം ഭാഗത്ത് പറയുന്നത് EMSനെ കുറിച്ച് വിശദമായി തന്നെ. EMSനെ എതിർക്കുന്നവർക്ക് പോലും അദ്ദേഹത്തിന്റെ ചില ഗുണങ്ങളെ തമസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രത്തിനായി സ്വയം സമർപ്പിച്ചു, വ്യക്തിപരമായ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. EMSന്റെ ജീവിതം നമുക്കറിയാമല്ലോ. EMSന്റെ വീടും സ്വത്തും ഒക്കെ ദേശാഭിമാനിക്ക് കൊടുത്തിരുന്നതാണ്. അതൊക്കെ നമുക്ക് മുമ്പ് വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും ചിന്തയുടെ മണ്ഡലത്തെ വികസിപ്പിക്കുക, ആത്മനവീകരണം നടത്തുക, ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാഠങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സ്വയം വികസിക്കുക. ഇങ്ങനെ വ്യത്യസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഒരുപക്ഷെ ഈ കാലത്ത് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് തന്നെ പറയാം. സോവിയറ്റ് യൂണിയന്റെ ചരിത്രവും EMSന്റെ വ്യക്തിവിശേഷവും പറഞ്ഞതിലൂടെ MT ഉന്നമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സമഗ്രാധിപത്യത്തെ തന്നെയാണ് വളരെ വിശദമായി തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ഏത് രൂപത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് വിശദമായി പറയുകയുണ്ടായി. MTയുടെ 5 ഉപദേശങ്ങൾ കൂടി പറയാം. MTയുടെ 5 ഉപദേശങ്ങൾ: അധികാരത്തെ സമഗ്രാധിപത്യമാക്കരുത്, അത് ശിഥിലീകരണത്തിന് കാരണമാകും. ആർപ്പു വിളിക്കുന്ന, പുകഴ്ത്തുന്ന ആൾക്കൂട്ടങ്ങളല്ല വേണ്ടത്. ഉത്തരവാദിത്തമുള്ള സമൂഹമാണ്. EMSനെ പോലെ തെറ്റുപറ്റിയാൽ തിരുത്താൻ കഴിയണം, ചിന്തകളെ വികസിപ്പിക്കാൻ കഴിയണം. നയിക്കുന്നവനും നയിക്കപ്പെടുന്നവരും എന്ന പഴയ സങ്കല്പം വെച്ച് ആചാരോപചരമായ നേതൃത്വ പൂജകളിൽ വീഴരുത്. ചരിത്രത്തിന്റെ നിമിത്തം പോലെ അധികാരത്തിൽ വന്നവർ ചരിത്രത്തിന്റെ അനിവാര്യതയായി സ്വയം വികസിക്കാൻ കഴിയണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം MTക്ക് കൈ കൊടുത്തിട്ടൊക്കെയാണ് പിണറായി വിജയൻ പോയി ചിരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതുവരെ വിമർശനങ്ങളോട് അദ്ദേഹം അങ്ങനെ ഒരു മുഖം കാണിക്കുന്ന കണ്ടിട്ടില്ല. ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനുശേഷം വന്നിരിക്കുന്ന EP ജയരാജൻ്റെ പ്രതികരണം, വീരാരാധന, അത് പിണറായിയോടാവാം എന്ന് പറഞ്ഞിരിക്കുന്നു. P ജയരാജനുള്ള വീരാരാധന ചെന്താരകം അല്ലേ, ആ പാട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനെതിരെ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിണറായിക്കാവാം. പിണറായി ഈ തരത്തിൽ എല്ലാവരുടെയും ആരാധനാപാത്രമാണ്. അദ്ദേഹം ക്യാപ്റ്റനാണ്, അദ്ദേഹം സൂര്യനാണ്, അദ്ദേഹം കഴുകനാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് പുകഴ്ത്തലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള ഈ വീരാരാധന, സ്തുതിപാഠകരുടെ വർണ്ണനകളിൽ വീഴുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിലവിൽ മാറിയിരിക്കുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കണമെന്നാണ് 90-കാരനായ സാഹിത്യ കുലപതി ഉപദേശിച്ചിരിക്കുന്നത്. തീർച്ചയായും പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം തന്നെയായിരുന്നു MTയുടേത്. വളരെ വൈജ്ഞാനികവുമായിരുന്നു. ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഏതു തരത്തിലാണ്, ഏതു സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് എന്നത് ഡീകോഡ് ചെയ്യാനായി ശ്രമിക്കുമായിരുന്നു. കുറച്ച് സമയമേ കിട്ടിയുള്ളെങ്കിൽ പോലും ഞാൻ ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ വെർബാറ്റവും ഇന്നിപ്പോൾ മറ്റൊരു ഓൺലൈൻ മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിരുന്നു. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി 1-2 കാര്യങ്ങൾ മാത്രം പറയാം.
ഈ അധികാരം ദുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ലോർഡ് ആക്ടനാണ്. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണ്. അതിൻ്റെ മറ്റൊരു ഒരു നിർവചനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായർ നൽകിയത്. മനോഹരമായൊരു നിർവചനമാണ്. എന്താണ് അധികാരം? അധികാരം എന്ന് ചോദിച്ചാൽ അത് ആധിപത്യമാകാൻ സാധ്യതയുള്ള ഒന്നാണ്, സമഗ്രാധിപത്യമാകാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അധികാരം എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ, അതൊരു രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടത്തെ എപ്പോഴും ഒരു സമൂഹമായി, ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു അവസരമായിരിക്കണം എന്നുള്ളതാണ്. സാധാരണ ജനസേവനത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയായി, ഒരു അവസരമായി ഇതിനെ കാണുന്നതാണ് അധികാരം. പക്ഷെ പലപ്പോഴും അധികാരത്തെ നമ്മൾ കാണുന്നത് ജനസേവനത്തിന് ഉപാധിയായിട്ടല്ല, അത് സമഗ്രാധിപത്യത്തിനുള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ലോർഡ് ആക്ടൻ പറയുന്നത് പോലെ. തീർച്ചയായും പിണറായിയോടാണ് ഇത് പറയുന്നത്. എന്ന് വച്ചാൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിനെയോ MTയോ നരേന്ദ്രമോദിയോ വിമർശിക്കുക എന്നുള്ളത് അല്ല ഇന്ന് MTയുടെ ലക്ഷ്യം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് വേദി. പിണറായി വിജയൻ ഉണ്ട് താനും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റായി ഈ സർക്കാർ മാറി എന്ന ധ്വനിയല്ല ഞാൻ ആ വായനയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പകരം ഒരു ആദർശവൽകൃതമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അകന്നു പോകുന്നത്, ഏതൊക്കെ തരത്തിലാണ് അതിന് അപജയം സംഭവിക്കുന്നത്, അതിനാണ് അദ്ദേഹം വിൽഹം റേഹിനെ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ദ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകം എഴുതിയ ആളാണ്. സൈക്കോ അനാലിസിസും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 1929കളിൽ തന്നെ ഓസ്ട്രിയയിൽ പഠനങ്ങൾ നടത്തുകയും സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. താനൊരു മാക്സിയനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടയാളാണ് ഈ വില്യം റേഹ്. പക്ഷേ അവസാനമാകുമ്പോഴേക്കും എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കാൻ പോകുന്നത്? അതിന് വില്യം റേഹ് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കാൻ പോകുമ്പോഴെല്ലാം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ആരുടെ കുഴപ്പമാണ് എന്നാണ്? സാറിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കുഴപ്പമാണ്, സാർ ചക്രവർത്തിയാണ് കുഴപ്പം, അവർ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കൂട്ടി വായിക്കണം നമ്മൾ. എല്ലാം കേന്ദ്രത്തിൻ്റെ പ്രശ്നമാണ്, എല്ലാം നരേന്ദ്രമോദിയുടെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ സമർത്ഥിച്ചൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് വില്യം റേഹ് പറയുന്നത് പോലെ എങ്ങനെയാണോ സാറിസ്റ്റ് ഭരണകൂടത്തെ ചൂണ്ടിക്കാട്ടി ഈ സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കാൻ പോകുന്ന സമയത്ത് അതിനെ വാഴ്ത്തുപാട്ടുമായിട്ട് അന്നത്തെ ഭരണാധികാരികൾ, സ്റ്റാലിനിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ വന്നത്, സമാനമായ അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് പിണറായി സർക്കാർ അടുത്ത കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ വളരെ ക്രിയാത്മകമായി രാഷ്ട്രീയമായി വിമർശിക്കുകയായിരുന്നു MT എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് MT. വ്യവസായം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെൻറ്റിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അപജയത്തിൻ്റെ തുടക്കം കുറിക്കുന്നു എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് വില്യം റേഹ് ആണ്. കാരണം മാനേജീരിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ബേൺഹാമിൻ്റെയൊക്കെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ക്ലാസ് എങ്ങനെയാണ് ഉയർന്നു വരുന്നത്, ഒരു മാനേജീരിയൽ ക്ലാസ് ഉയർന്നു വരുന്നു, അവർ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയത്തിന് മേൽ അധികാരം പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സമാനമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തെ ഇന്നിപ്പോൾ ഭരിക്കാൻ പോകുമ്പോൾ കിഫ്ബിയെക്കുറിച്ച് ഞാൻ കിഫ്ബിയെ സ്വാഗതം ചെയ്ത ഒരാളാണ്, അതിൻ്റെ രാഷ്ട്രീയമായി. പക്ഷേ സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ കിഫ്ബി അപകടകരമായ ഒരു ആശയമായി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ. അതൊരു ടെക്നോക്രാറ്റുകളുടെ, മാനേജീരിയൽ ബോഡികളുടെ ഒരു പ്രസ്ഥാനമായി പരിണമിക്കുകയാണെങ്കിൽ അത് അപകടകരമായ ഒന്നാണ്. അങ്ങനെ മാനേജീരിയലായ, ടെക്നോക്രാറ്റിക്കായ ഒരു സൊസൈറ്റിയായി പരിണമിക്കുന്നത് അപജയത്തിൻ്റെ തുടക്കമാണ് എന്ന് പറയുന്നതിനെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് നിർവചിക്കാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഴ്ത്തുപാട്ടുകളെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്. ഈ ജനാവലിയെക്കുറിച്ച് പറയുന്നത്, ആൾക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നത് MT. ആൾക്കൂട്ടത്തെക്കുറിച്ച് ആനന്ദ് പറയുന്നത് എങ്ങനെയാണ്? താൽക്കാലിക മനുഷ്യരെന്നാണ്, ടെമ്പററി പീപ്പിൾ. അവർ ഒരു മിൽമ ബൂത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ്. പെട്ടെന്ന് അവൻ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കും, ഉടൻ തന്നെ ആ വിപ്ലവത്തെ റദ്ദു ചെയ്യുന്ന യാഥാസ്ഥിതിക ബോധത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. ഒരു തീവണ്ടി യാത്രക്കാരനെ പോലെയാണ് ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തെ നിങ്ങളൊരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ ആൾക്കൂട്ടത്തിനൊരു കുഴപ്പമുണ്ട്. ആ ആൾക്കൂട്ടം എപ്പോൾ വേണമെങ്കിലും നേതാവിൻ്റെ പടയണിപ്പാട്ടുകൾ പാടുന്ന പടയാളികളാവാം, വാഴ്ത്തുപാട്ടുകളായി മാറാം. ആരെപ്പോലെ? EP ജയരാജനെ പോലെ. EP ജയരാജൻ അതുകൊണ്ടാണ് വീരാരാധനയെക്കുറിച്ച് പറയുന്നത്. ജനാധിപത്യത്തിലോ കമ്മ്യൂണിസത്തിലോ അങ്ങനൊരു ആശയമേ ഇല്ല. വീരാരാധന എന്നുള്ളത് വടക്കൻ പാട്ടുകളിൽ നമ്മൾ കാണുന്ന ഫ്യൂഡലിസ്റ്റ് ആശയങ്ങളുടെ തുടർച്ചയാണ്. അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറയാൻ കഴിയുക എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അതും MT, അത് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഉദാഹരണം, പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പോലും EPക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പ്രത്യേകത. MT പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളിടത്താണ്. അതാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തെ MT വിശേഷിപ്പിക്കുന്നതും അതാണ്. മനോഹരമായ ഫ്രേസിംഗ് ഉണ്ണി ബാലകൃഷ്ണൻ. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം.
എന്നതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിരന്തരം നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, ബഹുജന വർഗ സംഘടനകളിലൂടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളെ ആത്മവിമർശനത്തിനുള്ള വേദികളാക്കി മാറ്റിക്കൊണ്ടേ അത് സാധ്യമാകും. അതിൻ്റെ കൂടെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്, എങ്ങനെയാണോ EMS മലയാളികളുടെ മാതൃഭൂമിയെ കെട്ടിപ്പടുത്തത്, ആ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ, ഏതാൾക്കൂട്ടമാണ് 1957 ഉണ്ടായിരുന്നത്? ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയക്കഞ്ഞി കുടിപ്പിക്കും എന്ന് വിളിച്ചു നടന്നിരുന്നൊരു സമൂഹത്തെ ലാൽസലാമിലൂടെ, മുദ്രാവാക്യങ്ങളിലൂടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ, സാമ്പത്തികമായിട്ടുള്ള ഏകീകരണ പ്രവർത്തനങ്ങളിലൂടെ, അതേസമയം തന്നെ ലാൻഡ് റിഫോംസിലൂടെ ഒക്കെ കൊണ്ടുവരാൻ ഈ EMS കാണിച്ച ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ളൊരു സമൂഹമാക്കി ഒരു ആൾക്കൂട്ടത്തെ പരിവർത്തനപ്പെടുത്തലായിരുന്നു. പക്ഷേ അതിന് മിനിമം വേണ്ടുന്നത് എന്താണ്? ജനങ്ങളോടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വിനിമയത്തിനുള്ള വഴി തുറന്നിടലാണ്. തെറ്റുപറ്റിയാൽ സമ്മതിക്കലാണ്. ആ തെറ്റുപറ്റുന്നത് സമ്മതിക്കുന്നത് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. എം എൻ വിജയൻ മാഷായിരുന്നല്ലോ ഇതിനു മുമ്പ് വളരെ ക്രിയാത്മകമായി, സർഗാത്മകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. എന്താണ് അന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൻ വിജയൻ മാഷിനോട് ചെയ്തത്? ഒരു അധ്യാപകൻ മരിച്ചു എന്ന വാക്കിൽ ഒതുക്കുകയല്ലേ ചെയ്തത് എം എൻ വിജയൻ മാഷിനോട്? അവർ നല്ല അധ്യാപകനായിരുന്നു എന്നൊരു വാക്കിൽ ഒതുക്കുകയാണ്. അതിനപ്പുറത്തേക്കാണ് എം എൻ വിജയൻ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല. എങ്ങനെയാണോ പശുവിൻ്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്നത്, അതുപോലെയാണ് ഇത് നിങ്ങളെ ബാധിക്കുക. കഴുത്തിങ്ങനെ കുറുകും, ഇങ്ങനെ ചുറ്റി വന്ന് കഴുത്ത് മുറുകുന്നത് വരെ നിങ്ങളൊരു തടവിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവില്ല. അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ചരിത്രപരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്, ഒരു ചരിത്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവസാനിപ്പിക്കുന്നതും ഈ ചരിത്രത്തിൽ നേതാക്കന്മാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നിമിത്തമായിട്ടല്ല അവരുണ്ടാവേണ്ടത്. ഒരു ചരിത്രപരമായ ഒരു അവശ്യ കഥയായ ഒരു നേതാവ് മാറുന്നത് എങ്ങനെയാണ് എന്നാണ് MT പറയുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ അല്പം ദീർഘിപ്പിച്ചെന്നറിയാം, MTയുടെ പ്രസംഗത്തെ ഡീകോഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ഘട്ടങ്ങളിലും അത് പിണറായി സർക്കാരിനോടുള്ള ക്രിയാത്മകമായ, സർഗാത്മകമായ ഒരു രാഷ്ട്രീയ വിമർശനമാണെന്നാണ് എൻ്റെ പക്ഷം. നികേഷ് കുമാർ, നോക്കൂ, ഞാൻ ഈ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒന്ന്, MT വാസുദേവൻ നായർ തന്നെ പിണറായി വിജയനെ അല്ല ഉദ്ദേശിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു നിഷേധം ഇങ്ങനെയാണ്. ഞാൻ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് VS രഞ്ജിത്തിനെ വിളിച്ചു, നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. നമ്മൾ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ദേശാഭിമാനിയെ കോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നാളെ ഒരു പക്ഷേ ദേശാഭിമാനിയെ കൊടുത്തിരിക്കുന്ന വാർത്ത ഞാൻ പറഞ്ഞ കാര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ കോട്ട് അവസാനിക്കും. അവിടെ MT വാസുദേവൻ നായർ പറയുന്നത് ഇങ്ങനെയാണ്: പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല. എൻ്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ല. റഷ്യയിലേതടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിൻ്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും. അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല. മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ല. ശുദ്ധ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചിഴക്കേണ്ടതില്ല. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിലെ തൻ്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ MT വാസുദേവൻ നായർ പറഞ്ഞു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഞാനത് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, ദേശാഭിമാനി പറയുന്നത്. നാളെ ഒരുപക്ഷെ ദേശാഭിമാനി പറഞ്ഞത് ശരിയല്ല, ഞാൻ അങ്ങനെയല്ല ദേശാഭിമാനിയോട് പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ ഈ കോട്ട് അവിടെ അവസാനിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്, നേരത്തെ സ്മൃതി പരുത്തിക്കാട്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു ഒരു ചർച്ചയ്ക്ക് ഞാൻ ഈ വിഷയത്തിൽ തയ്യാറാണെന്ന്. പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ ഒരു വേദിയിൽ വിമർശനം കേൾക്കാത്ത ആളാണോ? കേരള നിയമസഭയിൽ പിണറായി വിജയനല്ല, പിണറായി വിജയൻ്റെ അച്ഛൻ കോരനെതിരെ പോലും നമ്മൾ നിരന്തര വിമർശനം കേൾക്കുന്നതാണ്. അല്ല, ആയിക്കോട്ടെ, എവിടെയെങ്കിലും വിമർശനം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അവിടെ വിമർശനം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നവകേരള സദസ്സിലേക്ക് 41 ഇടങ്ങളിൽ അവിടുത്തെ MLA-മാർക്ക് വന്ന് മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയും വേദിയിലിരുത്തിക്കൊണ്ട് വിമർശനം ഉന്നയിക്കാമായിരുന്നു. ആ സാധ്യതയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പോൾ നിയമസഭയിൽ പോരാ വിമർശനം എന്നുണ്ടെങ്കിൽ നവകേരള സദസ്സിൽ വിമർശനം ഉന്നയിക്കാമായിരുന്നു എന്നുള്ളതാണ് നമുക്കതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെ എൻ്റെ തലമുറയിൽ ഒരു വിമർശനം, ഇത്രയധികം വിമർശനം ഏറ്റുവാങ്ങിയ ഒരു നേതാവ് വേറെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 17 വർഷം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ അതിനുശേഷം മുഖ്യമന്ത്രിയായി 2 തവണ അധികാരത്തിലെത്തുന്ന പിണറായി വിജയൻ കേട്ട വിമർശനങ്ങൾ എൻ്റെ തലമുറയിൽ മറ്റൊരു നേതാവും കേട്ടതായി എൻ്റെ മുന്നിലില്ല. അപ്പോൾ വിമർശനം കേൾക്കാൻ സാധിക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ള നിരീക്ഷണം ഒട്ടും ശരിയല്ല. ഞാൻ ഈ പ്രസംഗം ഒരു 3-4 ആവർത്തി വായിച്ചു. നോക്കൂ, ഇതിനകത്ത് എവിടെയാണ് പിണറായി വിജയനെ മാത്രമായി
നോക്കൂ, അധികാര പ്രമത്തതയെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണത്തിലൂടെ വിമർശനം നടത്തുന്നുണ്ട് MT വാസുദേവൻ നായർ എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അധികാര പ്രമത്തത പല അളവിൽ പല ആളുകളിലുണ്ടാകാം. ഇപ്പോൾ നരേന്ദ്രമോദിയിൽ ഒരളവുണ്ട്, പിണറായി വിജയനിലും വേറൊരളവുണ്ടാകാം. നേരത്തെ ഉണ്ടായിരുന്ന കെ കരുണാകരനോ AK ആൻ്റണിയോ ഉമ്മൻചാണ്ടിയിലോ ഓരോ തരത്തിൽ ആ അധികാര പ്രമത്തത ഉണ്ടാകാം. പക്ഷേ ഇവിടെ പ്രസംഗം നമ്മളൊന്ന് ആഴത്തിൽ വായിച്ചു നോക്കുമ്പോൾ അത് ആർക്കാണ് ചേരുക എന്നെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങൾ നടത്താം. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ് എന്നാണ് MT വാസുദേവൻ നായർ പറയുന്നത്. നോക്കൂ, സർവാധികാര പ്രയോഗം എന്നത് ഇന്ന് ഒന്നാമതായി ചേരുക ആർക്കാണ്? ഞാൻ പേര് പറയുന്നില്ല, ആർക്കാണ് ചേരുക എന്നുള്ളത് നോക്കണം. ഇന്ത്യയിലിപ്പോൾ നമ്മൾ സർവാധികാര പ്രമത്തത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉണ്ണി, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്കൊരു കേന്ദ്രമന്ത്രിയെ അറിയാതിരുന്നിട്ടുള്ളത്? നമുക്ക് ഇന്ന് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നരേന്ദ്രമോദിയെ അറിയാം, നമുക്ക് നിർമ്മല സീതാരാമനെ അറിയാം, അമിത്ഷായെ അറിയാം, രാജ്നാഥ് സിംഗിനെ അറിയാം, S ജയശങ്കറിനെ അറിയാം. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എത്ര മന്ത്രിമാരെ അറിയാം? നമ്മൾ ഒരു വിഷയം വരുമ്പോൾ, ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉടനെ ആ വകുപ്പിൻ്റെ മന്ത്രി ഏതാണെന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ കീഴിലല്ലേ പാർലമെൻറ്റ് നിൽക്കുന്നത്. ആ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് രാഷ്ട്രപതിയെ ക്ഷണിച്ചോ? ഇപ്പോൾ രാമക്ഷേത്രം ഇന്ത്യ ഗവൺമെൻറ്റാണ് നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വിളിച്ചോ? ഇന്ത്യയിൽ നമ്മൾ വ്യത്യസ്തമായ പദ്ധതികൾ സംബന്ധിച്ച് അതൊക്കെ സുഗമമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഉപായം എന്ന് പറയുന്നത് CAG ആണ്. CAGയുടെ ആരാണ് CAG എന്നെ സംബന്ധിച്ച് എത്ര പേർക്കറിയാം? നമ്മുടെ ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് CAGയെക്കുറിച്ച് അറിയാതെ പോയിട്ടുള്ളത്? CAG എന്ന് പറയുന്നത് നമുക്ക് പേര് പോലും ഓർമ്മയില്ലാത്ത ഒരാളാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ റെഫർ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ പറയാം, ഗിരീഷ് മുർമു എന്ന് പറയുന്ന, ഒരുപക്ഷെ മുൻപ് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന, പിൽക്കാലത്ത് അമിത്ഷായുടെ സെക്രട്ടറി ആയിരുന്ന, പിൽക്കാലത്ത് ജമ്മു കശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ജനറലായിരുന്ന ഒരാളെയാണ് CAG ആക്കി വെച്ചിട്ടുള്ളത്. നോക്കൂ, 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ CAG നൽകിയിട്ടുള്ള റിപ്പോർട്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് പാർലമെൻറ്റിൻ്റെ കാര്യത്തിലായാലും, മാധ്യമങ്ങളുടെ കാര്യത്തിലായാലും, ജുഡീഷ്യറിയുടെ കാര്യത്തിലായാലും, ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെയും ഈ സർവാധികാര പ്രമത്തത ആരാണിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയന് രാഷ്ട്രീയ പ്രമത്തത ഉണ്ടെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കാൻ നമുക്ക് ഉപാധികളുണ്ട്. നമ്മൾ ഒരു മയവും പിണറായി വിജയനോട് കാണിച്ചതായി കാണുന്നില്ല. പക്ഷേ അങ്ങനെയാണോ നരേന്ദ്രമോദി? അല്പം മുമ്പ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ താങ്കളല്ലേ പറഞ്ഞത് 10 വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്ന്? നമുക്ക് ചോദ്യം ചെയ്യാനാവുന്നുണ്ടോ? നമ്മുടെ മാധ്യമങ്ങൾക്ക് ചോദ്യം ചെയ്യാനാവുന്നുണ്ടോ? മാധ്യമങ്ങളെയെല്ലാം തന്നെയും തങ്ങളുടെ വാഴ്ത്തുപാട്ടുകാരാക്കി നരേന്ദ്രമോദി മാറ്റിയില്ലേ? നമുക്ക് പോയി ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ മാധ്യമ സ്ഥാപനം എന്നെ അനുവദിക്കുന്നില്ലെങ്കിലും പോയി ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഇന്ന് ഇന്ത്യയിലുണ്ടോ? അപ്പോൾ ഈ നിലയിൽ അധികാര പ്രമത്തത എന്ന ഒരു വാക്ക് MT വാസുദേവൻ നായർ ഉന്നയിക്കുമ്പോൾ MT വാസുദേവൻ നായർ ആരെയാണോ ഉദ്ദേശിച്ചത്, അത് ഞാൻ പിണറായി വിജയനല്ല എന്ന് പറഞ്ഞതിലൂടെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന ഒരു അനുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയുമെങ്കിൽ അത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച നരേന്ദ്രമോദിയെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, ഇവിടെ ഞാൻ MT വാസുദേവൻ നായരുടെ കൂടെ രണ്ടാം ഘട്ടത്തിൽ വന്നാൽ മതി. അല്ലല്ല, ഞാൻ MT വാസുദേവൻ നായരുടെ കൂടെ ഞാൻ MT വാസുദേവൻ നായരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യ വിഷൻ എന്ന ടെലിവിഷൻ ചാനൽ. MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏതെങ്കിലും കാലഘട്ടത്തിൽ അദ്ദേഹം ഒരാളെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ പറയേണ്ടതുണ്ടോ? ആരാ MT വാസുദേവൻ നായർ? ജ്ഞാനപീഠം ജേതാവാണ്. ഇന്ന് ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ MT വാസുദേവൻ നായരേ ഉള്ളൂ. പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ലളിതമായി നമ്മൾ MT വാസുദേവൻ നായരുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴായിക്കോട്ടെ, അദ്ദേഹം ഫിക്ഷൻ എഴുതുമ്പോൾ മാത്രമൊന്നുമല്ല വ്യക്തതയും ക്ലാരിറ്റിയൊന്നും, അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമ്പോൾ പോലും ഫിക്ഷനേക്കാൾ നല്ല ക്ലാരിറ്റിയോടുകൂടി എഴുതുന്നയാളായാണ്. അദ്ദേഹം ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ അത് നമ്മളോട് കൃത്യമായി നമ്മളോട് സംവദിക്കാൻ കഴിയുന്ന നല്ല ഭാഷാശുദ്ധി, നല്ല ക്ലാരിറ്റിയുള്ള
ആളാണ് എം ടി വാസുദേവൻ നായർ. ആ എം ടി വാസുദേവൻ നായർക്ക് ഒളിച്ചും പാത്തും ഒക്കെ പിണറായി വിജയനെ വിമർശിക്കണം. പിണറായി വിജയൻ ആരാ ഇവിടെ ആ നിലയിൽ വിമർശിക്കാൻ? എം ടി വാസുദേവൻ നായരെ പോലെ ആളുടെ മുന്നിൽ ആരുമല്ല. എം ടി വാസുദേവൻ നായർക്ക് അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നോക്കൂ, ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും അതിനകത്ത് അത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ ഇവിടെ സ്മൃതി പരുത്തിക്കാട് വായിക്കുകയുണ്ടായി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ്. ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുമ്പ് 2 പേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു. എഴുത്തുകാരായ ഗോർക്കിയും ചെഖോവും. തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്തവും സാറസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത്. ഈ ഒരു പാരഗ്രാഫ് ആരെക്കുറിച്ചാണ് ഉണ്ണി, ആരെക്കുറിച്ചാണ് ഡോക്ടർ അരുൺ, ആരെക്കുറിച്ചാണ് സ്മൃതി പരുത്തിക്കാട്? നോക്കൂ, ഇത് കൃത്യമായി ഈ ഒരു സെൻറ്റൻസ് സാറിസ്റ്റ് വാഴ്ചയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈ നേരത്തെ അരുൺ പറയുകയാണ് നരേന്ദ്രമോദി എന്ന കേന്ദ്ര സർക്കാരിന്മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണെന്ന്. എന്തൊരു വായനയാണ് അത് അരുൺ. നോക്കൂ, നിങ്ങൾ നരേന്ദ്രമോദിയുടെ പാർലമെൻറ്റ് പ്രസംഗങ്ങളിൽ തന്നെ എടുക്കുക. പുറത്ത് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ വിമർശിക്കുന്നതും ഭള്ളു പറയുന്നതൊന്നും എടുക്കണ്ട. ഒരു പാർലമെൻറ്റ് പ്രസംഗത്തിൽ മാത്രം മുൻ പ്രധാനമന്ത്രിയെ, ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആണിക്കല് വെച്ച ഒരാളുണ്ട്, ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിനെ 19 തവണയാണ് ഒരൊറ്റ പ്രസംഗത്തിൽ നരേന്ദ്രമോദി വിമർശിച്ചത്. അങ്ങനെ ഒരു നരേന്ദ്രമോദി ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വസ്തുതാപരമായിട്ടുള്ള കേന്ദ്ര വിമർശനത്തെ ഇതുമായി താരതമ്യം ചെയ്തു പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. നോക്കൂ, മറ്റൊന്ന്, ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന് മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. സമൂഹമായി റഷ്യൻ ജനങ്ങൾ മാറണമെങ്കിലോ, ചെക്കോവിൻ്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു, റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. നോക്കൂ, ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ കാര്യത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സുജിയ പാർവതിയുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞു, എന്താണ് കക്കൂസ്, എന്താണ് ഗ്യാസ്, എന്താണ് ഗംഗാ നദി ശുചീകരണം, ഈ കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങളുടേത് ഒരു യഥാർത്ഥ പദ്ധതിയാണെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളുണ്ടാകും, അതിൻ്റെ ഗുണഭോക്താക്കളുണ്ടാകും. ആ ഗുണഭോക്താക്കളെയൊക്കെ നമുക്കറിയില്ല. നമ്മളോട് ഇവിടെ പറയും ഇത് ഉത്തരേന്ത്യക്ക് വേണ്ടിയാണ്, കക്കൂസ് ഉത്തരേന്ത്യക്ക് വേണ്ടിയാണ് പോലും. ഒരു ഉത്തരേന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ പ്രൊജക്റ്റ് നീക്കിവെക്കുക എന്ന് വെച്ചാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി നീക്കിവെക്കുക. ഇവിടെ നമ്മളൊന്നും ആ പറയുന്ന പദ്ധതികളുടെ ഗുണഭോക്താവല്ല. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് 2 രൂപ പിരിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് 20 പൈസ തരിക. എന്നിട്ട് ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ 80 പൈസ കൊടുക്കുക. ഏതുമായിട്ടാണ് നമ്മൾ കൂട്ടിച്ചേർത്ത്? എനിക്ക് മറുപടി ഉണ്ട്, അതിലേക്ക് വരുന്നതിന് മുമ്പ് സുജയ. എനിക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 37 മിനിറ്റ് ആയിരിക്കുകയാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട്. എല്ലാവരും വളരെ വിശദമായി തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായർ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനിയും എടുത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രേക്ഷകരും ഇതിനകം തന്നെ ആ പ്രസക്ത ഭാഗങ്ങൾ വിവിധ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതിൽ അല്ലെങ്കിൽ നേരിട്ട് കേട്ടിട്ടുണ്ടാകും, യൂട്യൂബിലുമുണ്ട്. ഇവിടെ പറഞ്ഞത് പിണറായിയോടോ എന്ന ചോദ്യത്തിന് ഒരുപാട് വിശദീകരണത്തിന്റെയോ ന്യായീകരണത്തിന്റെയോ ഒന്നും ഒരാവശ്യവുമില്ല. പറഞ്ഞത് പിണറായി വിജയനോട് തന്നെയാണ്. ഇത് നേരത്തെ പറയണമായിരുന്നു. എന്തോ എം ടി നിഷേധിച്ചുവെന്ന് കൈരളിയും ദേശാഭിമാനിയും പറയുന്നതാണ്. എം ടിയുടെ ബൈറ്റ് അവിടെയില്ല, ഒരു സൗണ്ട് ബൈറ്റും അതിലില്ല. ഞാനും ചെക്ക് ചെയ്തു. സൗണ്ട് ബൈറ്റ് ഉണ്ടെങ്കിൽ വരട്ടെ. എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എം ടി വാസുദേവൻ നായരുടെ തന്നെ മറുപടി ഒരു സൗണ്ട് ബൈറ്റായി വരട്ടെ. എം ടി പറഞ്ഞുവെന്ന് പറഞ്ഞുള്ള ഒരു കോട്ടല്ലല്ലോ അവിടെ വേണ്ടത്. അപ്പോൾ കൈരളിയും ദേശാഭിമാനിയും ഒന്ന് ഉദ്ധരിക്കാൻ ഞാൻ എന്തായാലും ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല. എൻ്റെ മുന്നിൽ എം ടി വാസുദേവൻ നായരുടെ പ്രസംഗത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്. അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സൗണ്ട് ബൈറ്റ് വരികയാണെങ്കിൽ നേരത്തെ ശ്രീ എം വി നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അതേക്കുറിച്ച് അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ചർച്ചയാകാം. ഇവിടെ എം ടി വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് ജനപക്ഷത്തു നിന്നാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. കാരണം ജനപക്ഷത്തു നിന്ന് വിലയിരുത്തുമ്പോൾ ആ പറഞ്ഞത് പിണറായി വിജയനെയാണ് എന്ന് മനസ്സിലാക്കാനായി ഒരുപാട് ബുദ്ധിയുടെയോ ഒരുപാട് പരിചയ സമ്പത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നതാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. അധികാരം എന്നത് ആധിപത്യവും സർവാധിപത്യവുമായി മാറുന്നതിൻ്റെ കാഴ്ചകളാണ് നവകേരള സദസ്സിലുടനീളമുള്ള രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കുന്നത് മുതൽ നമ്മൾ നേരിട്ട് കണ്ടത്. ആ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ അതായത് ചരിത്രമല്ല, വർത്തമാന കാലത്തിൽ തന്നെയുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുത അത് പിണറായി
പിണറായി വിജയനുണ്ട്. കെ ശൈലജ കുറച്ചു സമയം കൂടുതൽ പ്രസംഗിച്ചപ്പോൾ അവിടെ അരങ്ങേറിയത്, അതിന്റെ വിശദീകരണമൊക്കെ പിന്നീട് വന്നെങ്കിലും അസഹിഷ്ണുത എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ്. പിന്നെ അമിത്ഷായെയോ നരേന്ദ്രമോദിയോ നന്നാക്കാൻ കഴിയില്ല എന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞു. പിണറായി വിജയനെയും നന്നാക്കാൻ കഴിയില്ല. അതാർക്കാണ് അറിയാത്തത്? അങ്ങനെ നന്നാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല, തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എന്ന ഉത്തരവാദിത്തമാണ് MT വാസുദേവൻ നായർ ഇവിടെ നിർവഹിച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി. റഫറൻസ് കൃത്യമായി EMSലേക്കാണെന്നേ. EMSനെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച്, മൂല്യച്യുതിയെക്കുറിച്ച് ഒക്കെ എടുത്തു പറയുന്ന MT വാസുദേവൻ നായർ അത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് കണ്ടാൽ അതിനോട് എനിക്കറിയില്ല, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അത് അയഥാർത്ഥമായ വികലമായ ഒരു ആവിഷ്കാരമായി മാത്രമേ അങ്ങനെയുള്ള ഒരു വാദത്തെ കാണാൻ കഴിയുകയുള്ളൂ. പിന്നെ ആചാരോപചാരമായ നേതൃത്വ പൂജയിൽ EMSനെ കണ്ടിരുന്നില്ല. അത് പറയുന്നതിന്റെ കൃത്യമായ റെഫറൻസ് നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ ഇവിടെ സ്മൃതി പരുത്തിക്കാട് സൂചിപ്പിച്ചല്ലോ, തീയിൽ കൊരുത്തൊരു കുതിര, കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ, മണ്ണിൽ മുളച്ചൊരു സൂര്യൻ. ഒരാളെ ജനം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂഷണമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും അതല്ല. അങ്ങനെയുള്ള വ്യക്തിപൂജകൾ P ജയരാജന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകുമ്പോൾ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ ദൈവമാണെന്ന് പറയുന്ന, വീരാരാധനയോടെ വാഴ്ത്തുപാട്ടുകൾ പറയുന്ന ഒന്നിലധികം നേതാക്കളെ ഈ സമീപകാലത്ത് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ആ യാഥാർത്ഥ്യങ്ങളോടാണ് MT വാസുദേവൻ നായർ ഈ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന സമകാലികമായുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നടത്തിയ ഒരു പ്രസംഗമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ വിഷയങ്ങൾ ഈ വാഴ്ത്തുപാട്ടുകളായിരുന്നു. അതേക്കുറിച്ച് റെഫർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിരിക്കുന്നത്. ആൾക്കൂട്ടത്തെ ആരാധകരാക്കുന്ന, പടയാളികളാക്കുന്ന അനഭിലഷണീയ പ്രവണതയെയാണ് MT വാസുദേവൻ നായർ ഇവിടെ തുറന്നെതിർത്തിരിക്കുന്നത് എന്നതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായമാണ്. ഇതിലെനിക്ക് ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല. പ്രസംഗം ദുർവ്യാഖ്യാനിച്ചു പറയുന്ന വാദമൊന്നും ഒരു വാദത്തിന് വേണ്ടി പോലും എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. വീരാരാധനയും മഹാനെന്നും ഒക്കെ ആവർത്തിക്കുന്നവർ അത് ആവർത്തിച്ചുകൊട്ടെ, ജനങ്ങൾക്ക് അതെന്തായാലും കണ്ട് വിലയിരുത്താൻ കഴിയും. പ്രസംഗം ദുർവ്യാഖ്യാനിച്ചത് ഇടതുപക്ഷ വിരുദ്ധ അപസ്മാരം ബാധിച്ചവരാണ് എന്നൊക്കെയാണ് LDFന്റെ കൺവീനർ പറഞ്ഞത്. അതും ഈ സർവാധികാര പ്രമത്തതയുടെ ഉപോൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാളെന്ന നിലയിൽ മാത്രമാണ് ആ വാദത്തെയും കാണാൻ കഴിയുക. ഇനി ഈ പ്രസംഗത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, മലയാളത്തിൽ നട്ടെല്ലുള്ള ഒരു എഴുത്തുകാരനുണ്ട്, അല്ലെങ്കിൽ തലയെടുപ്പുള്ള ഒരു എഴുത്തുകാരനുണ്ട് എന്ന് MT വാസുദേവൻ നായർ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെ പ്രസംഗം. അതിനകത്ത് വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. അദ്ദേഹം നട്ടെല്ലോടെ നിവർന്നത് പിണറായി വിജയൻ. BJPയുടെ നിലപാട് ഇതായിരുന്നില്ല. പറയട്ടെ, താങ്കൾക്ക് ഏറെ അവസരം കിട്ടിയതാണ്. അതെ, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം കൃത്യമായി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് പറഞ്ഞത്. അതിനു മുൻപും അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സുചിന്തിതമായ ഒരു കാര്യം, എഴുത്തിന്റെ ലോകത്ത് അദ്ദേഹം എത്രത്തോളം ആദരിക്കപ്പെടുന്നയാളാണ്, അദ്ദേഹത്തിന്റെ എഴുത്തിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നതൊക്കെ നമ്മളെക്കാൾ ഏറെ ലോകം വിലയിരുത്തിയതാണ്. അപ്പോൾ ആ വിലയിരുത്തലിലേക്കൊന്നും നമ്മൾ കടക്കേണ്ടതില്ല. ഇന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ MT വാസുദേവൻ നായരുടെ ഈ പ്രസംഗത്തിലുടനീളം പറഞ്ഞത്, അത് പിണറായി വിജയന്റെ സമീപകാലത്ത് എടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് തന്നെയാണ്. അതിനകത്ത് ഒരു നോയുടെ ഒരു പ്രസക്തി പോലുമില്ല. MT വാസുദേവൻ നായർ പറഞ്ഞത് പിണറായി വിജയനോട് തന്നെയാണ്. അധികാരം എന്നത് ഇതുപോലെ ഒരു അധികാര പ്രമത്തത ബാധിച്ച്, അതിൻ്റെ ഒരു തിമിരം ബാധിച്ച് കാഴ്ചയില്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന ഒരു ഉപദേശമാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് MT വാസുദേവൻ നായർ കൊടുത്തത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ പ്രാഥമികമായുള്ള അഭിപ്രായം. ശരി, ഉണ്ണി ബാലകൃഷ്ണൻ തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ, നികേഷ് പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഇത് നരേന്ദ്രമോദിക്കെതിരായ വിമർശനമാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്രാധിപത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വംശീയതയാണ്. അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആധിപത്യത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നത് മതേതരത്വമാണ്. നമ്മുടെ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നത് ബഹുസ്വരതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിഷയത്തെയാണ് MT വാസുദേവൻ നായർ അഭിസംബോധന ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും MTയുടെ ഉദാഹരണമായി റഷ്യ വരില്ല, വിൽഹം റീഹ് വരില്ല, മാക്സ് വരില്ല, ആന്റൺ ചെക്കവ് വരില്ല, മാക്സിം ഗോർക്കി വരില്ല, EMSും വരില്ല. വളരെ ഗഹനമായി ലോകരാഷ്ട്രീയത്തെ പഠിച്ചിട്ടുള്ള ആളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം ആരംഭിക്കുക ഹിറ്റ്ലറിൽ നിന്ന് തുടങ്ങും, മുസോളിനിയിൽ നിന്ന് തുടങ്ങും. ഈ രീതിയിൽ ലോകത്തെ വംശീയമായി വംശാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം നടപ്പാക്കാൻ ശ്രമിച്ച ആളുകളെ വെച്ചുകൊണ്ടായിരിക്കും നരേന്ദ്രമോദിയോടുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുക. ഇനി കേരളത്തിലേക്കാണ് വരുന്നതെങ്കിൽ
വളരെ അസ്വാഭാവികമായി EMSനെ എടുത്തു വയ്ക്കുകയല്ല MD ചെയ്തിട്ടുള്ളത്. MDയെ സംബന്ധിച്ച് MDക്കൊരു വിഷയം അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ വിഷയം നേരത്തെ പിന്നെ നികേഷ് പറഞ്ഞു, MD തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ആരെയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. ആ രീതിയിലൊരു വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് MDയുടെ സാമൂഹ്യ ബാധ്യതയല്ല. MD എന്ന് പറയുന്ന എഴുത്തുകാരൻ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ളത് ചില പ്രവണതകളെ കാണുമ്പോൾ എങ്ങനെയാണ് ഓരോ സമൂഹത്തിലും ആ പ്രവണതകൾ ആ സമൂഹത്തെ അസ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, അതിനെ ഉദാഹരിച്ചുകൊണ്ട്, ചരിത്രം പറഞ്ഞുകൊണ്ട്, നോക്കൂ നിങ്ങളിവിടെ കണ്ണു തുറന്നിരിക്കണം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ഈ പറയുന്ന MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കില്ല, അമിത്ഷായ്ക്കെതിരെയും സംസാരിക്കില്ല, പിണറായി വിജയനെതിരെയും സംസാരിക്കില്ല. അത് MT വാസുദേവൻ നായരുടെ കോൺസ്റ്റിറ്റുവൻസി അല്ല. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നിലവിൽ നിൽക്കുന്ന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഭരണക്രമത്തിൽ ആശാസ്യമല്ലാത്ത ഒരുപാട് പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ അതിനെ ചരിത്രപരമായി ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് MT വാസുദേവൻ നായർ ചെയ്യുക. ഇവിടെ MT വാസുദേവൻ നായർ എന്തുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു? MT വാസുദേവൻ നായർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തിരുത്താൻ കഴിയും ഒരു സമൂഹത്തിന്. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകളെ കുറച്ച് കാണുകയോ അതിൻ്റെ ഗൗരവത്തിൽ കാണാതിരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല MT വാസുദേവൻ നായർ. കേരളത്തിൻ്റെ സാമൂഹിക വികസനത്തിന് ഇടതുപക്ഷം നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ലെന്നും ഇനിയും കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് ഇടതുപക്ഷം അനിവാര്യമാണെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള അപജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് MT നിർദ്ദേശിക്കുന്നത്. ഇവിടെ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുക എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ MT വാസുദേവൻ നായർ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമില്ലാത്ത സമൂഹമാക്കി മാറ്റുന്ന ആരാണെന്നറിയാവോ? വംശീയത, പിന്നെ ഈ പറയുന്ന വർഗീയത ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ആൾക്കൂട്ടത്തെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സമൂഹമാക്കി മാറ്റുന്നത്. അവർ ആൾക്കൂട്ടമായിട്ട് അവിടെ നിൽക്കണം. അതേസമയം കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനല്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു വിഭാഗമാണ് അവർ. അങ്ങനെയാണ് അവർ ലോക ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്യപ്പെടണം എന്ന് MT വാസുദേവൻ നായർ പറയുന്നത്. ആ അർത്ഥത്തിലൊക്കെ യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായരുടെ ഇന്നത്തെ വിഷയം ഈ ഇന്ത്യ മഹാരാജ്യത്തെ മതേതരത്വത്തിൻ്റെ വെല്ലുവിളിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സമഗ്രാധിപത്യ പ്രവണതകളോ ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നൊരു ഭാഷ സംസാരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു അനാവശ്യ പ്രവണത സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിലേക്ക് ഞാനിതാ ഒരു തിരി കൊളുത്തി വയ്ക്കുന്നു, നിങ്ങൾ ആ വെളിച്ചത്തിലൂടെ കണ്ടുകൊള്ളൂ എന്ന് പറയുകയാണ് ചെയ്തത്. അതൊരു എഴുത്തുകാരൻ്റെ ധർമ്മമാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകാരൻ്റെ ധർമ്മമാണ്. MT വാസുദേവൻ നായർ അതാണ് നിർവഹിച്ചത്. അതുകൊണ്ട് MT വാസുദേവൻ നായർ വിമർശിച്ചത് പിണറായി വിജയനെയും ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളെയും തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇനി അത് നാളെ MT തിരുത്തുകയാണെങ്കിലോ? അല്ല, ഈ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് അതൊരു ചർച്ചയുടെ ഭാഗമായി മാറുന്നത്. നോക്കൂ അരുണേ, ഇപ്പോൾ ഞാൻ ഇന്നൊരു പ്രസ്താവന നടത്തുന്നു, ആ പ്രസ്താവന ഒരു സാഹചര്യത്തിൽ നാളെ തിരുത്തുന്നു എന്നതുകൊണ്ട് ഈ പ്രസ്താവനയെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായമൊന്നും മാറില്ല. ഞാൻ പറയുന്നത്, നിങ്ങളൊരു പ്രസ്താവന നടത്തുന്നു, ഞാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്, ഞാൻ അത്യാവശ്യം വാർത്തകൾ വായിക്കുന്ന ഒരാളാണ്, കാണുന്ന ഒരാളാണ്. എനിക്കൊരു പ്രത്യേക കോൺടെക്സ്റ്റിൽ ഒരാൾ നടത്തുന്ന സംഭാഷണത്തെ വിലയിരുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള അധികാരവും എനിക്കുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ഈ പ്രസംഗത്തെ നാളെ ഇദ്ദേഹം ഇത് തള്ളി പറഞ്ഞോട്ടെ, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ പറയാൻ MT വാസുദേവൻ നായർ ഒരു നിർബന്ധത്തിനും വഴങ്ങില്ലെന്ന് മാത്രമല്ല, MT വാസുദേവൻ നായർ അടുത്തെത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തിരുത്തു വന്നത് രണ്ടിടങ്ങളിൽ മാത്രമാണ്. ഞാൻ പറയുന്നത്, ഇപ്പം ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, കൈരളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, MD അത് അപ്ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഹോൾഡ് ചെയ്തോട്ടെ. എൻ്റെ ഈ നിലപാടിൽ മാറ്റമില്ല. കാരണം ഇന്ന് MTയുടെ പ്രസംഗം മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ കോൺടെക്സ്റ്റ് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരിത്രപരമായി MTക്ക് ഇത് അറിയാം എങ്ങനെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്, ഒരു വിഷയത്തെ അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, രണ്ട് തരം ഫാസിസം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ വന്ന റാഷ്യൽ ഫാസിസമാണ്. മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് ഫാസിസം ഉണ്ടായി ലോകത്ത്. ആ കമ്മ്യൂണിസ്റ്റ് ഫാസിസമാണ് ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക്, പിന്നീട് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ മുഴുവൻ തകർച്ചയ്ക്ക് ചെഷസ്ക്യൂ എന്ന് പറയുന്ന നേതാവിനെ വെടിവെച്ചു കൊല്ലുമായിരുന്നു ആൾക്കൂട്ടം. ആ രീതിയിൽ കമ്മ്യൂണിസം ഫാസിസത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന റാഷ്യൽ ഫാഷിസത്തെക്കുറിച്ചാണ് MT വാസുദേവൻ നായർ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഉദാഹരണവും വരില്ല. കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന എല്ലാ ഉദാഹരണങ്ങളും വരും സ്വാഭാവികമായും. അതുകൊണ്ട് ഞാൻ ഈ വിമർശനത്തെ അങ്ങനെയാണ് കാണുന്നത്. ഇത്രയേ ഉള്ളൂ. മോദിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു എതിർപ്പുള്ള കാര്യമല്ല. മോദിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ
അത് എം വി നികേഷ് കുമാർ പറയുമ്പോൾ മോദിയുമായി ബന്ധപ്പെട്ടല്ല MT പറഞ്ഞെന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ പോലെ MTക്ക് പറയാനുള്ളത് വളരെ സ്പഷ്ടമായിട്ട് പറയാനറിയാം. ഇത് വെറുതെ വന്ന് പ്രസംഗിച്ചു പോവുകയല്ല, അദ്ദേഹം എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗം വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പിണറായി വിജയനെതിരെ എന്ന പേര് പറഞ്ഞിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയില്ല. മോദിയെ നേരത്തെ വിമർശിക്കുമ്പോൾ മോദി എന്ന പേരെടുത്ത് പറഞ്ഞിട്ടല്ല വിമർശിച്ചിട്ടുള്ളത്. നമുക്കത് കൃത്യമായി അവിടെ മനസ്സിലാകുകയും ഇവിടെ മനസ്സിലാകാതിരിക്കുകയും ബോധപൂർവ്വം മനസ്സിലാകേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നിടത്താണ് അത് ബാലിശമായി പോകുന്നത്. മറ്റൊരു ഇപ്പോൾ നേരത്തെ നികേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം, നവകേരള യാത്ര നടക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് അവിടെ പങ്കെടുക്കാമായിരുന്നല്ലോ, പറയാമായിരുന്നല്ലോ. പ്രതിപക്ഷം പറയുന്നതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. പ്രതിപക്ഷം പ്രസംഗിച്ച് വി ഡി സതീശനായാലും മറ്റു നേതാക്കളായാലും പുറത്തൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്, പിണറായി വിമർശിക്കുന്നുണ്ട്, സഭയിൽ പറയുന്നുണ്ട്. സഭയിൽ പറയുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അത് തടയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് മോദി ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് വിമർശിക്കാൻ ഇതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നു കൊണ്ട് ഇത്ര സ്പഷ്ടമായ അല്ലെങ്കിൽ ഇത്ര ശക്തമായ വിമർശനം അല്ല ഞാൻ ചോദിക്കുന്നത്. അത് ബാലിശമായ വാദമാണ്. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. നവകേരള സദസ്സിൽ വന്ന് പറയാൻ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് അവസരമുണ്ടായിരുന്നു. ഈ പിണറായി തരേണ്ട അവസരമല്ലെന്നേ, സ്വാതന്ത്ര്യം വേറെ ആരും തരേണ്ട അവസരമല്ല. ഒരു കാര്യം, അത് അവിടെ പോണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം. മറ്റൊന്ന്, അങ്ങനെ വന്ന തോമസ് ചാഴികാടൻ പറഞ്ഞ എതിർവാദത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? തോമസ് ചാഴികാടനെ അപമാനിച്ചു. ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ് അപമാനിച്ചു. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, പൂർത്തിയാക്കട്ടെ. ഒരാൾ ഒരു സെക്ഷനിലേക്കല്ല നമ്മൾ നികേഷ് കുമാർ പറഞ്ഞതിനുള്ള മറുപടിയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ അതെനിക്ക് പൂർത്തിയാക്കണം. അപ്പോ ഈ പറഞ്ഞതുപോലെ തോമസ് ചാഴികാടനെ വിമർശിച്ചിട്ടുണ്ട്. പിന്നീട് ഈ മോദി വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാധ്യമങ്ങൾ വേണ്ട എന്നൊരു തീരുമാനവും അത് അവിടെ എങ്ങനെയാണ് നടപ്പാക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ ചെറിയ രൂപമായി ഇവിടെ വരുന്നതുകൊണ്ടാണ് മുണ്ടെടുത്ത മോദി എന്ന വിമർശനം കേൾക്കേണ്ടി വരുന്നത്. ഇവിടെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് മുഖം മാറുന്നത്, ഏതൊക്കെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ കേരളം കണ്ടതല്ലേ. എങ്ങനെ മുഖം വെക്കണം എന്ന് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിണറായി വിജയനോടെ എങ്ങനെയാണ് മുഖം ചോദ്യം വരുമ്പോൾ വെക്കേണ്ടത്? ഒരു ചോദ്യത്തെ സഹിഷ്ണുതയോടെ നേരിടുന്നത് ഇപ്പോൾ എം വി നികേഷ് കുമാർ ചിരിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനെയും നേരിടാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു നേരിടുന്നത്? ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു കാര്യമാണ് സഹിഷ്ണുത. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. ഈ സ്തുതിപാഠകർ നിർത്തൂ ഈ സ്തുതി പറയൽ എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയന് പറയാൻ പറ്റാത്തത്? അപ്പോൾ അതിൽ വീഴുന്നുണ്ട്. അത് തിരുവാതിര മുതൽ കാരണഭൂതം പോട്ടെ. ഇപ്പോൾ മന്ത്രിമാർ ദൈവത്തിന്റെ വരദാനം പറഞ്ഞതാണ്. ദൈവത്തിന്റെ വരദാനം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് പറയുന്നത്. നവകേരള സദസ്സ് മൈതാനം അല്ലേ? അതെ. അപ്പൊ ഈ രൂപത്തിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഏത് രൂപത്തിൽ മാറി എന്നുള്ളത് നമുക്കറിയാം. ഈ സ്തുതിപാഠകരുടെ ഇടയിൽ നിന്നുകൊണ്ട് തിരുത്താൻ തയ്യാറാവേണ്ടതുണ്ട്, ഇപ്പോൾ നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് MT നടത്തിയിരിക്കുന്നത്. അത് എം ടിയെ ഇപ്പോൾ ദേശാഭിമാനി ബന്ധപ്പെട്ടിട്ടുണ്ടാകും, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ഇതിന്റെ പേരിൽ എനിക്കൊരു വിവാദം കേൾക്കേണ്ടതില്ല എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു. ഞാൻ അപമാനിക്കുന്നൊന്നുമില്ല. വിവാദം വേണ്ടെന്ന് വെച്ച് ഞാൻ പിണറായി വിജയനെ കുറിച്ച് അല്ല പറഞ്ഞതെന്ന് MT പറയുമെന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യല്ലേ. ഞാൻ നേരത്തെ അതിനകത്ത് പറഞ്ഞല്ലോ, നാളെ ദേശാഭിമാനിയെ അല്ലെങ്കിൽ കൈരളിയെ തിരുത്തി MT വാസുദേവൻ നായർ പറഞ്ഞ ഞാൻ പറഞ്ഞ ഭാഗം അങ്ങ് അവസാനിക്കട്ടെ. കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രമേ അത് കിട്ടൂ. അതാണ് പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട്. ഇത് പിണറായി വിജയനെതിരെയാണ് എന്ന് വിചാരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഒരു റിയാക്ഷൻ എടുക്കാൻ MTയുടെ അടുത്തേക്ക് പോവില്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ അതാണ്. സ്മൃതി പരുത്തിക്കാട്, അതേക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകില്ല എങ്കിൽ തന്നെ കേരളത്തില് നല്ല രീതിയിൽ മാധ്യമ നിരീക്ഷണം നടത്തുന്ന എല്ലാവർക്കും എം വി നികേഷ് കുമാറിന് MT നന്നായി അറിയാലോ. MT ഇങ്ങനെ നിരന്തരം എന്നെയായിട്ടൊന്നും MTക്ക് പറയാനുള്ള കാര്യം MT പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിയുന്നുണ്ട്. താങ്കൾ പറഞ്ഞതിനോടാണ് ഞാൻ പറഞ്ഞത്. ഈ തൊട്ടനും പിടിച്ചനും ഒക്കെ പ്രതികരിക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയി അത് അവിടെ കിടക്കുന്നു. അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു CPM-ന്റെ മുഖപത്രത്തിന്റെ മാധ്യമപ്രവർത്തകൻ MT വാസുദേവൻ നായരുമായി ബന്ധപ്പെടുന്നത്. MT വാസുദേവൻ നായർ ഞാൻ പിണറായി വിജയനെ കുറിച്ചല്ല പറയുന്നത് എന്ന് പറഞ്ഞതായി നമ്മുടെ മുന്നിൽ സൗണ്ട് ബൈറ്റ് ഒന്നുമില്ല. നേരത്തെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ദേശാഭിമാനിയുടെ ഓൺലൈനിലിടുന്നു. ഞാൻ അത് കോട്ട് ചെയ്യുന്നു. നാളെ MT വാസുദേവൻ നായർ പറയുന്നു എന്നെ തെറ്റായിട്ടാണ് ഉദ്ധരിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അവിടെ റദ്ദായി. പക്ഷേ അവിടെ MT വാസുദേവൻ നായർ അതിൽ നിലനിൽക്കുകയാണെങ്കിൽ, ആ വാദത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതായിരിക്കും ശരി.
എൻ്റെ രണ്ട് വാദങ്ങളാണ്. ഒന്ന്, വളരെ നിർഭാഗ്യകരമാണ് MT വാസുദേവൻ നായർ ഒരു രാഷ്ട്രീയ വിമർശനം വളരെ സർഗാത്മകമായ രീതിയിൽ തന്നെ, വളരെ സാഹിത്യഭംഗിയോടുകൂടി, വളരെ ഒതുക്കത്തോടുകൂടി, ഏറ്റവും ലളിതമായ ഭാഷയിൽ എന്നാൽ ശക്തമായ ആശയം വിനിമയം ചെയ്തിട്ട് ഇത് പറഞ്ഞത് എന്നെക്കുറിച്ചാണോ എന്ന് അന്വേഷിച്ചു പോകേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ചാണ് എനിക്കുള്ളൊരാശങ്ക. അങ്ങനെയല്ല അത് സംഭവിക്കേണ്ടത്. അത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അസംബ്ലിയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും അധികാരമെന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി പരിവർത്തനപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ചില ഭാഗങ്ങൾ തീർച്ചയായും പിണറായി വിജയന് ബാധകമാണ്, ചില വിമർശനങ്ങൾ മോദിക്ക് ബാധകമാണ്, ഇനി ചില വിഷയങ്ങൾ നമുക്ക് ലോക സമൂഹത്തിലെ മറ്റ് നേതാക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാം ബാധകമാണ്. പക്ഷേ വളരെ സ്പെസിഫിക്കായി അദ്ദേഹം ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്താണ് ആ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്? മാക്സിനെയാണ് ഉദ്ധരിക്കുന്നത്, EMSനെയാണ് ഉദാഹരിക്കുന്നത്, ചെക്കോവിനെയും വില്യം റെയിലിനെയുമാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരണികളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പരിപ്രേക്ഷ്യത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വിമർശനം ഒരു കൾച്ചറൽ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിമർശനമല്ല. അത് സാധ്യമാവില്ലല്ലോ. MV നികേഷ് കുമാർ, അതെങ്ങനെയാണ് സാധ്യമാവുക? ഉദാഹരണത്തിന്, വിപ്ലവത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ കയ്യാളലല്ല എന്ന് പറഞ്ഞത് മാർക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ നിങ്ങൾക്കതിലേക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുക? തിയറിറ്റിക്കലി അതെങ്ങനെ പോസിബിൾ ആവും? അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഏതിൻ്റെ കാര്യമാണ്? അദ്ദേഹം മാക്സിനെയാണ് കോട്ട് ചെയ്യുന്നത്. മാക്സിൻ്റെ തിയറിയിൽ നിന്നാണ് അദ്ദേഹം അത് എടുക്കുന്നത്. മാക്സിൻ്റെ ആശയത്തിൽ നിന്നാണ് അധികാരത്തെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. അത് EMS ഇങ്ങനെ പ്രാവർത്തികമാക്കി എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്. അത് ഇൻറ്റഗ്രൽ ഹ്യൂമനിസത്തിൻ്റെ കാര്യമാണെങ്കിൽ ദീൻദയാൽ ഉപാധ്യായ അറിയാത്തയാളാണോ MT വാസുദേവൻ നായർ? ദീൻദയാൽ ഉപാധ്യായയുടെ സാംസ്കാരിക ദേശീയതയെക്കുറിച്ച് പറയാൻ എന്താണ് MT വാസുദേവൻ നായർക്ക് ബുദ്ധിമുട്ട്? അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കറൻസി പിൻവലിച്ച സമയത്ത് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം അന്ന് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്ന വേളയിലാണെന്ന് തോന്നുന്നു, അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: കറൻസി പിൻവലിച്ച് രാജ്യങ്ങളെല്ലാം നേരിട്ടത് വലിയ ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ ആർക്കും സംശയമില്ലല്ലോ. ഈ കോണ്ടെക്സ്റ്റിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സംശയം ഉണ്ടാവുന്നത്? അപ്പോൾ ഈ വിമർശനങ്ങൾ പിണറായി വിജയന് ബാധകമല്ല എന്നൊരു പ്രെജുഡീസ്ഡ് മൈൻഡ് രൂപപ്പെടുന്നത് തന്നെ ഈ വിമർശനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ, ആ വിമർശനം ശരിയാണ് എന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരുപക്ഷെ നാളെ MT തിരുത്തിയേക്കാം. MT പറയുകയാണ് ഇത് നരേന്ദ്രമോദിക്കെതിരെയാണ്, അത് ഏത് കോണ്ടെക്സ്റ്റിലും അദ്ദേഹം പറയട്ടെ. പക്ഷേ ഇന്ന് MT വാസുദേവൻ നായർ പ്രസംഗിച്ചതിൻ്റെ വെർബാറ്റം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച്, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങളാണ്. അതിൻ്റെ ചരിത്രം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അതിൻ്റെ തിയറി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട സാഹിത്യ സന്ദർഭങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ കേരളത്തിലെ കൾച്ചറൽ നാഷണലിസത്തെയോ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയോ വിമർശിക്കുന്നതിനുള്ള ടൂളുകളല്ല എന്നാണ് എൻ്റെ മനസ്സിന് തോന്നുന്നത്. ഇനി അങ്ങനെയല്ല, നാളെ MT വാസുദേവൻ നായർ പറയുകയാണ് അധികാര പ്രമത്തതയും സർവാധിപത്യവും എന്നുള്ളത് ടോട്ടാലിറ്റേറിയനിസത്തെക്കുറിച്ച് പറഞ്ഞത്, EMSനെ ഉദാഹരിച്ചത് മോദിയെ വിമർശിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് MTയുടെ വിമർശനമാണ്, അത് MTക്ക് സ്വീകരിക്കാം. പക്ഷെ ഞാൻ വായിച്ചെടുക്കുന്നത് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്ക് അധികാരം കൈകാളുന്നതിനെക്കുറിച്ച്, വിശിഷ്യ കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധകമാകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ തടസ്സപ്പെടുത്താം, എതിർവാദങ്ങൾ ഉന്നയിക്കാം. എനിക്കതിനകത്ത് ഒരു ഭയവുമില്ല. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നത് സ്തുതിപാഠകരെക്കുറിച്ചാണ്. നോക്കൂ, സ്തുതി പാഠകരെ എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദനെതിരെ ഉണ്ടായിട്ടുള്ള സ്തുതി പാഠങ്ങളൊന്നും പിണറായി വിജയന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനെതിരെയുള്ള അന്നത്തെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് സ്തുതിപാഠങ്ങൾക്ക് ഒപ്പം ചലിക്കുന്നു എന്നുള്ളതാണ്. നോക്കെ എങ്ങനെയാണ് എനിക്ക് ഇടവേള വേണം, കാരണം 9:57 നമ്മൾ സംസാരിച്ച സമയം പോയത് നമ്മൾ തന്നെ അറിഞ്ഞില്ല. 9:57 10 പോകേണ്ട ഇടവേളയാണ്. തിരിച്ചു വരാം, ഷോർട്ട് ബ്രേക്ക്, ഇടവേള ഉണ്ടല്ലോ. അത് MT പറഞ്ഞത് പിണറായിയോടോ എന്ന ചർച്ചയാണ് തുടരുന്നത്. നികേഷ് കുമാർ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, കാരണം അത് അല്ലെങ്കിൽ ഈ നേതൃത്വ പൂജ അല്ലെങ്കിൽ ഈ വാഴ്ത്തുപാട്ടുകൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഈ വാഴ്ത്തുപാട്ടുകൾ കിട്ടുന്നത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരുമ്പോൾ ആളുകൾ കണ്ണേ കരളേ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്? അതിൻ്റെയൊക്കെ ചരിത്രപരമായ വശങ്ങളിലേക്ക് നമ്മൾ പോകണം. ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നവരാണ്, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള വിഷമതകൾ മാറ്റിവെച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നവരാണ്.
കൊടുക്കുന്നവരാണ്. മലയും കുന്നും കയറി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ, അല്ലാതെ നിങ്ങൾ കതറിട്ട് ഇസ്ത്രിയിട്ട വേഷമോ അല്ലെങ്കിൽ കാഷായ വേഷമോ ഇട്ട് നടക്കുന്നവരല്ല. അവരൊന്നും ഇവരെല്ലാം തന്നെയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ നോക്കൂ. കേരളത്തിലെ ഏത് വിഷയമാണ് ഒരു സമരത്തിലൂടെ അല്ലാതെ നമുക്ക് പരിഹരിച്ച് കിട്ടിയിട്ടുള്ളത്? അതും അതാണോ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രീതി? അല്ല, നിങ്ങൾ ഞാനിപ്പം ശാസ്ത്രീയമായിട്ട് അതിനെ വിശകലനം ചെയ്യാനല്ല. കേരളത്തിലെ നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഈ മുദ്രാവാക്യം വിളികൾ കിട്ടുന്നത്, ഈ വാഴ്ത്തുപാട്ടുകൾ കിട്ടുന്നത് എന്നുള്ളതാണ്. കണ്ണേ കരളെ മാത്രമൊന്നുമല്ല, നിങ്ങൾക്കിപ്പോ ഒരു വലതുപക്ഷ നേതാവിനെ ഈ നിലയിലുള്ള ഒരു വീഡിയോ ഇറക്കാൻ, ഈ നിലയിലുള്ള ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള ആവശ്യം. ഉമ്മൻചാണ്ടി ജനകീയനായ നേതാവാണ്. ജനകീയരായിട്ടുള്ള നേതാക്കൾക്ക് അത്തരം മുദ്രാവാക്യങ്ങൾ നോക്കൂ, അത് കിട്ടും. പക്ഷേ അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് അത്തരം വാഴ്ത്തുപാട്ടുകൾ അത് നേതാക്കളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുഷിപ്പിക്കുമെന്ന്. അതിനുവേണ്ടി ഒരു പ്ലീനം വെച്ച പാർട്ടിയാണിത്. നോക്കൂ, അവിടെയാണ് പിണറായി വിജയനെതിരെ പിണറായി വിജയന് വേണ്ടി, വി എസ് അച്യുതാനന്ദന് വേണ്ടി, പി ജയരാജന് വേണ്ടി, മുൻകാലങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെയും വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികളും അവരുടെ വാഴ്ത്തുപാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. അത് ക്രമീകരിക്കുക, അത് വേണ്ട എന്ന് വെക്കുക. അല്ല, പി ജയരാജന്റെ ചെന്താരകം അല്ലെ, ആ പാട്ടിനെ വിമർശിച്ച നേതാക്കൾ പിണറായിയുടെ സ്തുതിപാഠകരെ വിമർശിക്കാൻ തയ്യാറാവുന്നതുകൊണ്ടാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയന്റെ മഹത്വം കൊണ്ടുവരുന്ന ഒരു നൃത്തരൂപമോ അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ തിരുവാതിരക്കളിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ ശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനല്ല പിണറായി വിജയൻ. അതിനോട് ഞാൻ യോജിക്കുന്നു. അല്ല, അപ്പോൾ അവിടെ നമ്മളിപ്പോ ഒരു വാഴ്ത്തുപാട്ടിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ വാർത്തയിലേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അത് ഈ പറയുന്ന സ്റ്റേജുകൾ, നേരത്തെ പി ജയരാജന് സംഭവിച്ചതുപോലെ സ്റ്റേജുകൾ തോറും അത് കൊട്ടിപ്പാടാനുള്ള ശ്രമം നടക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോ കൊടുത്ത് ടെലിവിഷനിൽ ഇടാന്നേ, പിണറായി വിജയനെ വിമർശിക്കാന്നേ. അതിലൊന്നും യാതൊരു തർക്കമില്ല. അതിലൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് EMSനെ പ്രശംസിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് EMSനെ പ്രശംസിച്ചാൽ അത് പിണറായി വിജയനെതിരാകുന്നത്? EMS എന്ന് പറയുന്നത് ആരാണ്? ഇപ്പോൾ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരു മഹാസാഹിത്യകാരൻ EMS ആണല്ലോ നമ്മൾ പിണറായിയെ കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമായി ഇപ്പോൾ അവലംബിക്കുന്നത്. EMS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു സാഹിത്യ നിരൂപകനാണ്, ചരിത്രകാരനാണ്, രാഷ്ട്രീയക്കാരനാണ്. അതൊക്കെ ഈ പ്രസംഗത്തിൽ EMS എന്ന മഹാപ്രതിഭ എങ്ങനെയാണ് കേരളത്തെ തൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും മുന്നോട്ട് നയിക്കാൻ പ്രയത്നിച്ചത്, അതിനായി ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയെപ്പറ്റി അദ്ദേഹം നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പ്രഭാഷണത്തിൽ MT വരച്ചു കാട്ടിയത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, EMSനെ പ്രതിപാദിക്കാതെ MT വാസുദേവൻ നായരെ പോലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകാനാവുക? കേരളത്തിന്റെ കോൺടെക്സ്റ്റിൽ നിന്നുകൊണ്ട് EMS സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, സാഹിത്യ അഭിരുചികൾ, സൈദ്ധാന്തിക ഇവയൊക്കെ അഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുമ്പോൾ സ്വാഭാവികമായ അദ്ദേഹത്തിന് EMS നമ്പൂതിരിപ്പാടെ ഉദ്ധരിക്കേണ്ടി വരും. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അല്ല, കേരളത്തിൽ നിന്ന് ഒരു മഹാസാഹിത്യകാരൻ അദ്ദേഹം രാജ്യത്തെ നോക്കി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉദ്ധരിക്കാനുള്ള ഏറ്റവും മാതൃകാ പൊതുപ്രവർത്തകൻ EMS നമ്പൂതിരിപ്പാടാണ്. അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഹിന്ദുത്വ രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കാനോ ഉദാഹരിക്കാനോ കഴിയുക? അവിടെ നോക്കൂ, നിങ്ങളുടെ വിഷയം എന്താണ്? MT വാസുദേവൻ നായർ എന്താ പറയുന്നത്? അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലും പാർലമെന്റിലും മന്ത്രിസഭയിലും ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തന്നെ അവസരമായി മാറുകയാണ്. നമുക്ക് 2014 അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. ഇന്ന് 2024 നരേന്ദ്രമോദി അധികാരം ഒഴിയാൻ ഒരുങ്ങുമ്പോൾ ജനാധിപത്യം ഇല്ലാത്ത അവസ്ഥയുണ്ട്. അവിടെയാണ് EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രകാരനോ അല്ലെങ്കിൽ സാഹിത്യ വിമർശകനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ എനിക്ക് ഏത് തരത്തിലും കണ്ടിക്കാം. എനിക്കൊരു ഭയവും ഇല്ല ഇക്കാര്യത്തിൽ. അപ്പോൾ ആ നിലയിൽ EMSനെ ഉദ്ധരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു EMSനെ ഉദ്ധരിക്കാതെ എങ്ങനെയാണ് കേരളത്തിൽ സാർ പറഞ്ഞ ചോദ്യത്തിന്റെ തുടർച്ച തന്നെയാണ്. EMS ഇതിനകത്ത് ഒരിടത്തും ഇന്ത്യ എന്നോ ഭാരതമോ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതം എന്നാണല്ലോ, ഇതിൽ രണ്ടിനെ കുറിച്ചും രാജ്യത്തെക്കുറിച്ചാണ് ഞാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചാണ് വിമർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മുൻ പ്രസംഗത്തിലൊക്കെ അല്ലെങ്കിൽ നേരത്തെ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോഴായാലും എങ്ങനെയാണ്
എങ്ങനെയാണോ അതിലേക്ക് എത്തുക, റെഫറൻസസ് ഉണ്ട്, ചില ബിംബങ്ങൾ അതിൽ ഉൾപ്പെടുത്തും. ഇവിടെ കൃത്യമായി പറയുന്നത് എന്താണ്? EMS കുറിച്ച് പറയുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെ പറ്റി, മലയാളിയുടെ മാതൃഭൂമിയെ പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു. കേരളത്തെ പറ്റിയുള്ള റെഫറൻസ് അല്ലല്ല, അങ്ങനെയല്ല പറയാനല്ല, ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് സുജിയ പാർവതിക്ക് ഉള്ളത്. നോക്ക് ഇവിടെ അല്ല, സുജിയക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. സുജിയ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് ഞാൻ എന്റെ വാദം കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് മലയാളികളുടെ മാതൃഭൂമിയെ കുറിച്ച് എഴുതിയ EMS കുറിച്ച് പരാമർശിക്കുമ്പോൾ കേരളത്തിന്റെ റെഫറൻസ് അവിടെ വരുന്നു, ഇന്ത്യയെ കുറിച്ചുള്ള റെഫറൻസ് ഇല്ല. എവിടെ നമുക്ക് കേരളവും ഇന്ത്യയും ഒക്കെ വേർതിരിച്ച് നമ്മൾ എന്തിനാണ് ഈ പറയുന്ന അധികാര നിൽക്കണോ നിൽക്കുമോ എന്നുള്ളത് പിന്നെ വാദമാണ്. എന്റെ ചേച്ചി എന്തോ പറയും, ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. മാർക്സിയൻ തത്വചിന്തകനായ വിൽഹം റീഹ്, അതാണല്ലോ നിങ്ങളുടെ അടുത്ത വിഷയം. അദ്ദേഹം പറയുന്നത് എന്താണ്? വ്യവസായം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിന്റെ തുടക്കം കുറിക്കുമെന്നാണ് അല്ലേ റീഹ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം വ്യവസായം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളിൽ ഒരു ഫാസിസ്റ്റ് ഇടപെടൽ ഉണ്ടാകുന്നത്? അവിടെയാണ് കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ചും ഉദാരവൽക്കരണത്തെക്കുറിച്ചും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയോ അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തിന്റെയോ കാലഘട്ടത്തിലല്ല നമ്മൾ മുതലാളിത്തത്തിനെതിരെയായിരുന്നു. വില്യം റഹീന്റെ വിമർശനം ആർക്കെതിരെയായിരുന്നു? MT കോട്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? വില്യം റഹീനെയാണ്. വിമർശനം ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ വില്യം റഹീന്റെ വിമർശനം സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എങ്ങനെ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടു, എങ്ങനെ ഇൻഡസ്ട്രി, ടെക്നോളജി, സയൻസ് ഇതിന്റെയൊക്കെ മേഖലകളിൽ അമിതാധികാരം മാനേജീരിയൽ ക്യാപിറ്റലിസ്റ്റിന് വിട്ടുകൊടുത്തു എന്നതാണ് വിമർശനം. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തെ അല്ല വില്യം റഹീ വിമർശിക്കുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ശിഥിലമാകുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് റഹീ വിമർശിച്ചതിനെ ഉദാഹരിക്കുന്നത്. ഏത് കോണ്ടെക്സ്റ്റിലാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കോണ്ടെക്സ്റ്റിലാണ്. അല്ലാതെ വില്യം റഹീനെ എടുത്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റ് നയത്തെ വിമർശിക്കേണ്ട ആവശ്യം MT വാസുദേവൻ നായർക്കില്ല. അത് സൈദ്ധാന്തികമല്ല, അത് ചരിത്രപരമല്ല, അത് രീതിശാസ്ത്രം ശരിയോ അല്ല. വില്യം റഹീന്റെ കാലഘട്ടത്തിലെ ഫാസിസ്റ്റ് ഉണ്ടായിരുന്നോ? ആയിക്കോട്ടെ, നോക്കൂ, ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ആളുകള് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ വിലയിരുത്തിയിട്ടുള്ളത് എങ്ങനെയായിരുന്നു? അദ്ദേഹം സ്വതന്ത്ര ചിന്തകനായി മാറിയല്ലോ. അതെ, അപ്പൊ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ സംബന്ധിച്ച് കൃത്യമായ വിമർശനമുണ്ട്. ഇവിടെ വില്യം റഹീ സംസ്കാരത്തെയും വ്യവസായത്തെയും ശാസ്ത്രത്തെയും അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിന്റെ തുടക്കം കുറിക്കുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിമർശിച്ച വില്യം റഹീനാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിനെ പിണറായി വിജയൻ വിമർശനത്തിന് അതീതനാണോ? അല്ല. പിന്നെ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അല്ല, ആർക്കായി ബുദ്ധിമുട്ട്? ഞാൻ അതല്ലേ പറഞ്ഞത് സ്മൃതി പരുത്തിക്കാടെ. തുടക്കത്തിൽ ഞാൻ പിന്നെ പറയാൻ പറയില്ല, ചോദ്യം ചോദിക്കും, പിന്നെ കളയാണ്. അതല്ല വേണ്ടത്. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേൾക്കാൻ പറയും. പിണറായി വിജയന്റെ സ്മൃതി പരുത്തിക്കാടെ, പിണറായി വിജയൻ എന്റെ തലമുറയിലെ ഏറ്റവും വിമർശന വിധേയനായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. സ്മൃതി പരുത്തിക്കാട് അതിനെ ഖണ്ഡിക്കൂ. പിണറായി വിജയൻ അല്ല, ഈ നേതാവാണ് നമ്മുടെ തലമുറയിലെ ഏറ്റവും വിമർശനം കേട്ടിട്ടുള്ള നേതാവെന്നും വേറൊരാളെ ചൂണ്ടിക്കാണിച്ച് സ്മൃതി പരുത്തിക്കാട് പറയൂ. ഞാൻ പറഞ്ഞതല്ല. പിന്നെ എന്താ പറഞ്ഞത്? ഇരുത്തി വിമർശിക്കാനാണ് ഞാൻ പറയുന്നത്. ആ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. ഇപ്പൊ നവകേരള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമസഭ പറ്റില്ല, അത് മായ്ച്ചളാം. നിയമസഭ മായ്ച്ചോളാം. ശരി, അപ്പൊ പിന്നെ നവകേരള നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? ഒന്ന് പറയാൻ നരേന്ദ്രമോദിക്ക്
ഒരു സെക്കൻഡ്, നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? ഇവിടെ ഉത്തരം പറയും. നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? ഒരു നവ ഇന്ത്യ സദസ് അല്ലെ നവഭാരത സദസ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ 51 അംഗങ്ങളുള്ള കോൺഗ്രസ് അംഗങ്ങളെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ആ കോൺഗ്രസ് അംഗങ്ങൾക്ക് സ്വാഗത പ്രസംഗം നൽകാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? ഉണ്ടോ? എങ്ങനെയാ നിങ്ങൾ നവകേരള സദസ് ഞാൻ പറയട്ടെ, നവകേരള സദസ്സിന്റെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും പാർട്ടി മെഷീനറിയും സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങൾ കോൺഗ്രസിന്റെ MLA ക്ഷണിച്ചു വരുത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? നവകേരള സദസ്സിന്റെ ലക്ഷ്യങ്ങൾ എന്താ? വിമർശനമാണോ? എന്റെ അരുണ് തന്നെ ഇങ്ങനെ ഒരു ഒരാവശ്യം ഉന്നയിച്ചാണ് നാണം കെട്ടത്. സ്വയം തകരാൻ നോക്കരുത്. ഞാൻ ആ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, നവകേരള സദസ് അവസാനിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു ഇത് കേരള സർക്കാരിന്റെ LDF സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാണ്. അപ്പൊ പിന്നെ എന്തിനാ അവിടെ അവിടെ നോക്കൂ, രാഷ്ട്രീയ പ്രചരണ വേദിയാണ്. അങ്ങനെ കേരള സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയിലേക്ക് UDFന്റെ MLA ആയ പറവൂരിലെ UDF നിങ്ങൾക്ക് വാദങ്ങളില്ലാതെ നിങ്ങൾക്ക് വാദങ്ങളില്ലാതിരിക്കുമോ? ഈ മുഖം കൊണ്ട് ഗോഷ്ഠി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മുഖം കൊണ്ട് ഗോഷ്ഠി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പറവൂരില് പിണറായി വിജയൻ ഇരുത്തിക്കൊണ്ട് VD സതീശൻ എന്ന് പറയുന്ന MLAക്ക് അദ്ദേഹത്തെ ഇരുത്തി വിമർശിക്കായിരുന്നു. പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നില്ല, പിണറായി വിജയൻ നിയമസഭയിൽ വിമർശനം ഏറ്റുവാങ്ങുന്നില്ല എന്നുള്ള പരാതിയില്ല. പൊതുവേദിയിലെ പിണറായി വിജയൻ വിമർശനം ഏറ്റുവാങ്ങുന്നില്ല. അതിനുള്ള 41 അവസരങ്ങള് ചോദ്യം കേൾക്കൂ MV നികേഷ് കുമാർ. നവകേരള സദസ്സിന്റെ ലക്ഷ്യം സർക്കാരിനെതിരെയുള്ള വിമർശനമാണെന്ന് എവിടെയാണ് പറഞ്ഞിരുന്നത്? എപ്പോഴാണ് പറഞ്ഞത്? നോക്കൂ, അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. എന്റെ അരുൺ, ഞാനത് വളരെ കൃത്യമായി പറഞ്ഞു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് രാഷ്ട്രീയം പറയേണ്ട ആവശ്യം. സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം പറയേണ്ട അവസരമുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കേന്ദ്ര അവഗണനയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നോക്ക്. എന്താ ഒരു മിനിറ്റ് എനിക്കൊന്ന് തരൂ. നോക്ക്, ഇന്ന് നമ്മുടെ ഫെഡറൽ ഗവൺമെന്റുകൾ, ഫെഡറൽ സംവിധാനം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഒഡീഷ, കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദ്യത്തിന് വഴങ്ങാം. ഇന്ത്യയില് പ്രതിപക്ഷ സർക്കാരുകളെ എടുക്കുക. ആന്ധ്രയില് ജഗന്റെ സർക്കാർ, ഒഡീഷയിൽ നവീൻ പട്നായിക്കിൻ്റെ സർക്കാർ, ഇവരെയൊക്കെ തന്നെയും ഡെമോക്രസിൻ്റെ വാളുപോലെ അവർക്കെതിരായിട്ടുള്ള അന്വേഷണവും അവർക്ക് അവരുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട പദ്ധതികളും ഒക്കെ തന്നെയും തൂക്കി പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അവരെ വരുതിയിലാക്കിയിരിക്കുന്നു. അതല്ലാത്ത സർക്കാരുകൾ ആരാളുള്ളത്? ഒന്ന് ഡൽഹി സർക്കാർ, അരവിന്ദ് കെജ്രിവാളിൻ്റെ; രണ്ട് പിണറായി വിജയൻ്റെ സർക്കാർ; മൂന്ന് ഈ പറഞ്ഞ പോലെ തമിഴ്നാട് സർക്കാർ. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ തനത് നികുതി ഉള്ളതുകൊണ്ട് കുറേയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ രണ്ട് വിഭാഗം സർക്കാരുകളെ നോക്കൂ. നിങ്ങളെ ഞെക്കി നിങ്ങളുടെ മേൽ അന്വേഷണം നടത്തൂ എന്നുള്ള ഭീഷണി മുഴക്കി ഒരു സംസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അവർക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ ആ നിലയിലാണ് ഈ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതാണല്ലോ അധികാര പ്രവർത്തന. നികേഷ് പറയുന്നത് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായർ സംസാരിച്ചതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി എന്താണ് MT വാസുദേവൻ നായർ പറഞ്ഞത്? നോക്കൂ, നരേന്ദ്രമോദി, എൻ്റെ സംസ്ഥാനത്ത് EMS എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു, ആ നേതാവ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു പഠിക്കൂ എന്നാണോ മോഡിയോട് ഉപദേശിച്ചത്? ഇനി അങ്ങനെ മോഡി EMSനെ കണ്ടു പഠിച്ചാൽ അതോടുകൂടി മോഡിയുടെ പാർട്ടിയും നന്നാകും എന്ന് MT വാസുദേവൻ വിചാരിച്ചിട്ടുണ്ടോ? അതിന് മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ ചോദ്യം ആവർത്തിക്കാം. എന്നാലേ ആ ഫ്ലോ കിട്ടത്തുള്ളൂ നികേഷിന്. അതായത് ഇപ്പം നികേഷ് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് MT വാസുദേവൻ നായരുടെ വിമർശനം എന്നാണ് എങ്കിൽ, നരേന്ദ്രമോദിയോട് MT വാസുദേവൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത്, നോക്കൂ നരേന്ദ്രമോദി, ഇതാ എൻ്റെ സംസ്ഥാനത്ത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നൊരു നേതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു, അത് അനുകരണീയമായ മാതൃകയാണ് എന്നാണോ? അങ്ങനെയാണ് എങ്കിൽ നരേന്ദ്രമോദി തീരുമാനിക്കുകയാണ് EMSനെ അനുകരിച്ച് കളയാം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നന്നാകുമെന്ന് MT വാസുദേവൻ നായർ കരുതുന്നുണ്ടോ?
ഉണ്ണി, അതിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ അരുൺ ചോദിച്ചു നവകേരള സദസ് രാഷ്ട്രീയം എന്തിനാണ് പറയുന്നത്. നോക്കൂ, എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആ തരത്തിലുള്ള ഞാൻ തർക്കത്തിൽ അങ്ങനെ ചോദ്യമേ ആ ചോദിച്ചിട്ടില്ല. തരത്തിലുള്ള തർക്കത്തിലാണ് ഞാൻ പറഞ്ഞത് ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങൾ. ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് പ്രതിപക്ഷമായിട്ടുള്ള എനിക്ക് അങ്ങനെ സംശയമേ ഇല്ല. അത് രാഷ്ട്രീയ കേരളവും തമിഴ്നാടും ഡൽഹിയും തീർത്ത വിഷയമാണ്. എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഈ തരത്തിലൊരു രാഷ്ട്രീയമായ പ്രചരണത്തിന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേദി ആവശ്യമായിരുന്നു. അതിപ്പോൾ UDF സർക്കാരാണ് നിലവിൽ അധികാരത്തിൽ വിളിച്ചതെങ്കിൽ തന്നെയും UDF സർക്കാരിനെയും നരേന്ദ്രമോദി വെറുതെ വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് UDF-നും ആ നിലയിൽ പ്രചരണം നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇപ്പോൾ ഈ ഒരു പ്രസംഗത്തിൽ നോക്കൂ, EMS എന്ന മഹാപ്രതിഭ എങ്ങനെയാണ് കേരളത്തെ തൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും മുന്നോട്ട് നയിക്കാൻ പ്രയത്നിച്ചത് എന്നുള്ളതാണല്ലോ MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനായിട്ട് ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയെപ്പറ്റി അദ്ദേഹം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. ഈ കാര്യങ്ങൾ പ്രഭാഷണത്തിൽ MT വാസുദേവൻ നായർ വരച്ചു കാട്ടിയത് എങ്ങനെയാണ് പിണറായി വിജയനെതിരാവുക എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സമഗ്രാധിപത്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അധികാര പ്രമത്തതയെക്കുറിച്ച്, അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചങ്ങാത്ത മുതലാളിത്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറയുന്ന വ്യത്യസ്ത മേഖലകളെ കരുപിടിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങളുമായി ഇടപഴകേണ്ടത്, എങ്ങനെയാണ് ഒരു നേതാവ് പ്രവർത്തിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഉദാഹരണം വരച്ചു കാട്ടാൻ ഇപ്പോൾ MT വാസുദേവൻ നായരെ പോലെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായരുടെ മുമ്പിലുണ്ടാവുക ഏറ്റവും വലിയ ആൾ, കേരളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്നുള്ള ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആൾ MT വാസുദേവൻ നായർ, EMS നമ്പൂതിരിപ്പാടാണ്. ആ EMS നമ്പൂതിരിപ്പാടെ അദ്ദേഹം ഉദ്ധരിച്ച് ഇതാ എൻ്റെ നാട്ടിൽ ഈ ഒരു നേതാവുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് പിശകാണുള്ളത്? അല്ലെങ്കിൽ അതല്ലേ MT വാസുദേവൻ നായർ ഒരു അഭികാമ്യമായ മാർഗമായി സ്വീകരിക്കുകയുള്ളൂ? ഓറഞ്ച്, ഏറ്റവും നല്ല ഓറഞ്ചിന്റെ കൂടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത്? ഒന്ന് ആപ്പിളിന് ചൂണ്ടിക്കാട്ടി ഇതാ ഓറഞ്ചിന്റെ കഥ നമ്മളിപ്പോ നോക്കൂ, അധികാരത്തിലിരിക്കുന്നവർ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയന് ബാധകമാകുന്നില്ല എന്ന നിലപാടും ശാഠ്യവും അങ്ങ് പിടിക്കുന്നത്? ഞാൻ ശാഠ്യം പിടിക്കുന്നില്ല. കാരണം ഞാൻ MT വാസുദേവൻ, ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, MT വാസുദേവൻ നായരുമായി ഞാൻ VS രഞ്ജിത്ത് എന്ന നമ്മളുടെ കോഴിക്കോട് ബ്യൂറോ ചീഫുമായി സംസാരിക്കുന്നു. നമ്മളെ വിളിച്ചപ്പോൾ MT വാസുദേവൻ നായർ ലാൻഡ് ഫോൺ എടുത്തിട്ടില്ല, മൊബൈൽ ഫോണൊന്നും അത് ലാൻഡ് ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു പ്രതികരണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദേശാഭിമാനിയുടെ പ്രതികരണം MT പറയുന്നു, ഞാൻ പിണറായി വിജയനെ കുറിച്ചല്ല പറയുന്നത്. MTയുടെ വിശദീകരണം ഇങ്ങനെയാണ് എന്നാണ് ഞാൻ ദേശാഭിമാനി എടുത്ത് നോക്കി. ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്നത് അത് കോട്ട് ചെയ്തുകൊണ്ട് ചില ഓൺലൈനുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ MTയുടെ വിശദീകരണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ MTയുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് വിതിൻ കോട്ട്സ് ഇല്ല. വിതിൻ കോട്ട്സ് കൊടുക്കുകയാണെങ്കിലേ നമുക്കത് MT വാസുദേവൻ നായർ പറഞ്ഞു എന്ന് പറയാൻ കഴിയൂ. നേരത്തെ ഇവിടെ മാഡം കൃത്യമായി സൂചിപ്പിച്ചതുപോലെ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം വായിക്കുമ്പോൾ അതിലുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. ആ വസ്തുതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേക്കും ഇവിടെ MTയുടെ വാക്കുകളിലൂടെ തന്നെ ഞാൻ സാറിന് മറുപടി പറയാമെന്ന്, അല്ലെങ്കിൽ ഒരു ഉപചോദ്യം ചോദിക്കാമെന്നാണ് കരുതുന്നത്. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിലും ഇത് പിണറായി വിജയനെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിണറായി വിജയനെ കുറിച്ചാണ് ഇത് സമ്മതിക്കാൻ അങ്ങേക്ക് കഴിയുന്നില്ല. അതിനായി അങ്ങ് ഒരുപാട് വാദമുഖങ്ങളിലേക്ക് പോവുകയാണ്. MT വാസുദേവൻ നായർ പറയാണ് ഞാൻ പിണറായി വിജയനെ കുറിച്ചല്ല പറഞ്ഞതെന്ന്. അതുകൊണ്ട് എനിക്കത് പിണറായി വിജയനെ കുറിച്ചാണെന്ന് തോന്നുന്നില്ല. നാളെ ദേശാഭിമാനി ലേഖകൻ എന്നെ തെറ്റായി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റദ്ദായില്ല. പക്ഷെ അപ്പോഴും അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ശരി, MT വാസുദേവൻ നായർ ഇത് ഉദ്ദേശിച്ചത് പിണറായി വിജയനെ കുറിച്ച് അല്ല, പിണറായി വിജയനെ കുറിച്ച് ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, അധികാരത്തിലുള്ളവർ മൈനസ് പിണറായി വിജയൻ എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നിരിക്കട്ടെ. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ പിണറായി വിജയന് ബാധകമല്ലാതായിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അധികാര പ്രമത്തത MV നികേഷ് കുമാറിലും അരുണിലും ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടിലും ഒപ്പം തന്നെ സുജിയ പാർവതിയിലും ഉണ്ട്. അത് നമ്മളുടേതായ വ്യവഹാര മേഖലയിൽ നമ്മൾ അത് പലതരത്തിൽ ചെലുത്തുന്നു. ശരിയാണ്. അതിലൊന്നും നമ്മളൊന്നും അസംബ്ലിയിലും പാർലമെന്റിലും അധികാരത്തെ കേൾക്കൂ, ഞാനൊന്ന് EMS നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരിൽ, അവരോടൊപ്പം പ്രവർത്തിച്ച മന്ത്രിമാരിൽ അധികാര പ്രമത്തത എന്ന് പറയുന്ന അവരുടെ
നടക്കുന്ന സ്വഭാവം ഏറിയും കുറഞ്ഞുമുണ്ട്. പിണറായി വിജയനിലും അതുണ്ട്. തിരുത്തേണ്ടതുണ്ട്. സമയം കുറവാണ്. തിരുത്തേണ്ടതുണ്ട്. കുറെ കേട്ടു സാർ. MT വാസുദേവൻ നായർ ഞാൻ പിണറായി വിജയനെ കുറിച്ചല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓക്കേ. എനിക്ക് അത് നരേന്ദ്രമോദിയുമായി ചേർത്ത് വായിക്കാനാണ് കഴിയുന്നത്. അതായത് കൂടുതൽ ചേർത്ത് വായിക്കാൻ കഴിയുന്ന നരേന്ദ്രമോദി. അത് അങ്ങയുടെ വീക്ഷണം മാത്രമാണ്. ഒറ്റ സെക്കൻഡ് ഡോക്ടർ സോവിയറ്റ് യൂണിയന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തെ കുറിച്ച് ഏത് പശ്ചാത്തലത്തിലും നോക്കൂ, സോവിയറ്റ് സോവിയറ്റ് യൂണിയന്റെ സ്റ്റാലിന്റെ ചെക്കോവാണെങ്കിലും അടക്കമുള്ള പശ്ചാത്തലങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. സ്റ്റാലിന്റെ കാലഘട്ടത്തെ കുറിച്ച് സ്റ്റാലിന്റെ കാലഘട്ടത്തെ കുറിച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശനാത്മകമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിറ്റ്ലറിനെയും മുസോളിനിയെയും ഗീബൽസിനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അത് നമ്മള് MT വാസുദേവൻ നായരോട് പറയാണ്, നിങ്ങൾ നാളെ തൊട്ട് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് തെറ്റിപ്പോയി, ഉദ്ധരിച്ച നേതാക്കളെ തെറ്റിപ്പോയി എന്ന് നമ്മൾ MT വാസുദേവൻ നായരോട് പറയാം. ഞങ്ങളല്ല പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയന്റെ കഥാപാത്രങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും വിമർശകരെയും ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ സമാനമായ സ്വഭാവം പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് എന്നതാണ് വിമർശനം. ഇതിനകത്ത് ഞാൻ ആമുഖമായി തന്നെ ചോദിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച ഒരു കാര്യമാണ് ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും EMS കാണാതിരുന്നത്. നേതൃത്വ പൂജ, വാഴ്ത്തുപാട്ട്, അത് സംഭവിച്ചത് നരേന്ദ്രമോദിയെ കുറിച്ച് പാട്ട് എഴുതി പാടുകയല്ലോ. ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇതിനെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ സാർ, കേൾക്കാനുള്ള. അതായത് അതും പറഞ്ഞിട്ടുണ്ട്. EMS തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് MT പറഞ്ഞത്. എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് EMS പറയുമ്പോൾ അത്ഭുതപ്പെടുന്നു. എനിക്കും ഇപ്പോൾ അത്ഭുതം തോന്നുന്നു. അപ്പോ അത് തോന്നുന്നില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്തത് MTയുടെ പ്രസംഗത്തെ കുറിച്ചാണല്ലോ. അല്ല, ആരെ കുറിച്ചായാലും വിമർശനത്തെ വിമർശനമായി ഉൾക്കൊള്ളാൻ കഴിയണം ഡോക്ടർ അരുൺ. മനുഷ്യരെ കുറിച്ചും അവിടെ സങ്കുചിതമാകരുത്, വീക്ഷണകോൺ സങ്കുചിതമാകരുത്. ഞാൻ നിങ്ങളുടെ സങ്കുചിതമാകരുത്, അത്രമാത്രമേ ഉള്ളൂ. സ്മൃതി പരുത്തിക്കാടിന്റെയും ഡോക്ടർ അരുണിന്റെയും വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. നരേന്ദ്രമോദിയെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാന്നുള്ളതാണല്ലോ നിങ്ങളുടെ വിമർശനം. അതെ, അത്രേ ഉള്ളൂ. അത് ഞാൻ ഉൾക്കൊള്ളും. പിണറായി വിജയൻ അതെന്താ? ഡോക്ടർ അരുൺ, പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ശരിയാണ്, പിണറായി വിജയനെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്ന് നമ്മൾ എത്ര വാദിച്ചാലും സാർ സമ്മതിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വാദത്തിനോട് യോജിക്കുമ്പോൾ തന്നെ എനിക്ക് MTയോടുള്ള വിമർശനം അതാണ്. നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞാൽ പോരാ. MT വാസുദേവൻ നായർ പറഞ്ഞത് പിണറായി വിജയനെ കുറിച്ചാണ്. അല്ല സാർ കറക്കി കുത്താതെ നോക്കൂ, എനിക്ക് കറക്കി കുത്തണ്ട സാറേ. എനിക്ക് MT വാസുദേവൻ നായർ ഞാൻ MT വാസുദേവൻ നായർ എഴുതിയ എല്ലാ വരിയും വായിച്ചിട്ടുണ്ട്. ശരി, എല്ലാ വരിയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ MT വാസുദേവൻ നായർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അന്തിമ വിധി ഇതാണ്. അന്തിമ വിധി ഇല്ല. MT പറഞ്ഞത് പിണറായിയോടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്ന് ഇപ്പൊ 5 അല്ലേ? 4. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരും പറഞ്ഞില്ല. ഞാൻ നോ പറയുന്നത് പോലെ പറഞ്ഞില്ല. നോ എന്ന് 1. അപ്പോൾ സൂര്യനൊപ്പം ഒരാളും മറ്റു 4 പേർ MTക്കും. പക്ഷെ അപ്പോഴും ഞങ്ങൾ കഴുകനൊപ്പമില്ല. കഴുകനെന്ന് വിളിച്ചത് പിണറായി. അപ്പോൾ മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവും. Meet the editors.